നമ്മെ എല്ലാം ഭ്രമിപ്പിക്കുന്നതായ രീതിയിലേക്ക് കടന്നു പോകുമ്പോൾ അതിന്റെ മധ്യത്തിൽ നാം എങ്ങനെയുള്ളവരായിരിക്കണം എന്നുള്ളത് ദൈവത്തിന് നമ്മോട് പറയുവാനായിട്ട് ഇന്ന് രാത്രി നമ്മെ ദൈവശബ്ദം കേൾപ്പിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ദൈവത്തിന്റെ ശ്രേഷ്ഠമായ താല്പര്യം എന്താണെന്ന് നാം മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ചില നിമിഷങ്ങൾക്ക് ചിന്തകൾക്കായിട്ട് നമുക്ക് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം പ്രാരംഭമായിട്ടൊന്ന് വായിക്കാം. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ പരിചിതമായ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അപ്പൊ ദൈവത്തിന്റെ ഒരു ഇഷ്ടത്തെ കുറിച്ച് പൗലോസ് പറയുകയാണ്. തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ അവരോട് പറയുകയാണ്, ദൈവത്തിന് ഒരു ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ ശുദ്ധീകരണമാണ്. നമുക്കറിയാം, തീർച്ചയായിട്ടും രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നാം എത്രമാത്രം നല്ലവരായി ജീവിച്ചു എന്ന് നാം അവകാശപ്പെട്ടാലും അത് ഒരു ദൈവത്തിന്റെ നോട്ടത്തിൽ നാം ഒരു നല്ല അനുഭവത്തിലല്ല നിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ നമ്മെ ശുദ്ധീകരിക്കേണ്ടതിനായിട്ടാണ് കർത്താവ് തന്റെ ജീവനെ മറുവിലയായി കൊടുത്തത് എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നു. ദൈവത്തിന്റെ ആ ഏറ്റവും വലിയ ഇഷ്ടത്തിലേക്ക് നമുക്ക് എത്ര പേർക്ക് കടന്നു വരുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് രാത്രി അല്പസമയമായി ചിന്തിക്കുവാൻ ദൈവസന്നിധിയിൽ നാം ആഗ്രഹിക്കുന്നത്. അതിന്റെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. അടുത്ത വാക്യം: ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെ അല്ല, തന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ നാം ചിന്തിക്കുമ്പോൾ നാം ദൈവഹിതപ്രകാരമുള്ള വിശുദ്ധിയിലേക്ക് പ്രവേശിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ വിശുദ്ധി ഒരു മാനദണ്ഡമായി നാം സൂക്ഷിക്കുന്നില്ലെങ്കിൽ, ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നൊരു കാര്യമുണ്ട്: നാം ദൈവത്തെ തുച്ഛീകരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരമപ്രധാനമായി വേണ്ട ഒരു സംഭവമാണ്, ഒരു കാര്യമാണ് വിശുദ്ധി എന്ന് പറയുന്നത്. പക്ഷെ അത് എത്രത്തോളം നമുക്ക് പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നാം ഈ ദിവസങ്ങളിൽ ചിന്തിക്കേണ്ടത്. പലപ്പോഴും നമ്മൾ നമ്മളെ നോക്കുമ്പോൾ നമ്മൾ പലപ്പോഴും വിശുദ്ധരായി ജീവിക്കുന്നു എന്നൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് കാണുവാനായിട്ട് കഴിയും. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ നാം പഠിക്കുമ്പോൾ അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: നീതീകരണത്തെ കുറിച്ചുള്ള കൃത്യമായൊരു സന്ദേശം പൗലോസ് അവിടെ കൊടുക്കുകയാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഇവിടെ നാം വായിക്കുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പൊ ദൈവത്തോട് സമാധാനം ഇല്ലാതിരിക്കത്തക്ക നിലയിലേക്ക് പാപം മൂലം അശുദ്ധിയിലേക്ക് പ്രവേശിച്ച മനുഷ്യനെ വീണ്ടെടുക്കുവാൻ കർത്താവായ യേശുക്രിസ്തു തന്റെ സകല സ്വർഗീയ മഹത്വങ്ങളെയും വെടിഞ്ഞുകൊണ്ട് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു യാഥാർത്ഥ്യവും നാം മനസ്സിലാക്കുന്ന ഒരു കാര്യവുമാണ്. എന്നാൽ കർത്താവായ യേശു അങ്ങനെ നമുക്ക് വേണ്ടി കാൽവറിയിൽ തന്റെ ജീവനെ അർപ്പിച്ചത് കൊണ്ട്, നമ്മെ അവൻ തിരഞ്ഞെടുത്തത് കൊണ്ട്, ദൈവം ആഗ്രഹിക്കുന്ന ഒരു ക്രമീകരണത്തിലേക്ക്, അഥവാ ദൈവത്തോടൊരു സമാധാനത്തിലേക്ക് വരുവാൻ നമുക്ക് കഴിഞ്ഞു എങ്കിൽ, ആ ദൈവിക സമാധാനത്തിൽ നിലനിൽക്കണമെങ്കിൽ അവിടെ നമുക്ക് ഇപ്പോൾ നാം വായിച്ചതുപോലെ ദൈവത്തിന്റെ ഇഷ്ടമായ ശുദ്ധീകരണത്തിലേക്ക് നാം പ്രവേശിക്കണം എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അവിടെ റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ 3 കാര്യങ്ങൾ, നീതീകരണവും വിശുദ്ധീകരണവും തേജസ്കരണവും നമുക്ക് കൃത്യമായിട്ട് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ഗലാത്യർക്ക് എഴുതിയ ലേഖനം നാം വായിക്കുമ്പോൾ അവിടെ ആത്മാവിന്റെ ഫലത്തെ കുറിച്ച് പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മിൽ വ്യാപരിക്കുമ്പോൾ ഉളവാക്കപ്പെടുന്ന ഫലങ്ങൾ, അത് സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, ദീർഘക്ഷമ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രജയം എന്നീ കാര്യങ്ങൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കപ്പെടുമെങ്കിലും നാം പലപ്പോഴും അതിലേക്ക് ഏകീഭവിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല.
നമ്മുടെ ഇടയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് വരങ്ങൾക്ക് അമിതമായ ഒരു പ്രാധാന്യത നമ്മുടെ ഇടയിലുണ്ട്. ദൈവം തന്റെ ആത്മാവിനാൽ നമ്മുടെ മേൽ പകരുന്ന കൃപാവരങ്ങൾ ശ്രേഷ്ഠവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഉപയോഗിക്കപ്പെടുന്നതുമായിരിക്കുമ്പോൾ തന്നെ ദൈവം ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവിലുള്ള ഫലം നമ്മിൽ വെളിപ്പെടേണ്ടതിന് ദൈവം ആകാംക്ഷയോടെ നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത് വെളിപ്പെടുത്തുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, വിശുദ്ധിയുടെ പ്രമാണം എന്ന് പറയുന്ന കാര്യത്തെ ഇന്നത്തെ രീതിയിൽ നാം പഠിക്കുമ്പോൾ നാം ഈ ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് ഇഴുകിച്ചേരുവാൻ തക്കവണ്ണമുള്ള എല്ലാ കാര്യങ്ങളും ഈ ലോകം അതിന്റെ രീതിയിൽ നമ്മുടെ മുൻപിൽ കൊണ്ടുവരുമ്പോൾ നമുക്കത് എങ്ങനെയാണ് ഇതൊന്ന് വേർതിരിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്നത്? ഈ വിശുദ്ധിയുടെയും വിശുദ്ധിയില്ലായ്മയുടെയും അതിർവരമ്പുകളെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുമെന്നുള്ളത് നാം പലപ്പോഴും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളിയാഴ്ച ചിന്തിച്ചതുപോലെ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നീ 3 തലങ്ങളിൽ നിന്നുകൊണ്ട് ശത്രുവായവൻ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന ചിന്താമണ്ഡലങ്ങളെ തിരിച്ചറിയുവാൻ ഒരു ദൈവ പൈതലിന് സാധിക്കണമെങ്കിൽ നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചതുപോലെ തിരുവചനത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ എത്തുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ലോകത്തിന്റെ ചിന്തകളാണോ നമ്മെ ഭരിക്കുന്നത്, അതോ ദൈവിക വിശുദ്ധിയുടെ പ്രമാണമാണോ നമ്മെ ഭരിക്കുന്നതെന്ന് തിരിച്ചറിയുവാൻ കഴിയണമെങ്കിൽ ഈ തിരുവചനത്തിന്റെ മർമ്മങ്ങളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് കൊണ്ടുപോകുവാൻ കഴിയണം. പലപ്പോഴും നമുക്കറിയാം, നാം എല്ലാവരും ഈ ലോകത്തിന്റെ ഭാവിയെക്കുറിച്ച് അല്ലെങ്കിൽ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ച് ചിന്താകുലരായി നടക്കുന്ന ആളുകളാണ്. പലപ്പോഴും നമുക്ക് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്, നാളെ എന്ത് സംഭവിക്കും. ഇന്ന് ഞാൻ നമ്മുടെ ഒരു സഹോദരനുമായിട്ട് അല്പനേരം സംസാരിക്കുവാനിടയായി. അപ്പം അദ്ദേഹത്തോട് ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഓരോ സംഭവങ്ങൾ, ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോ മധ്യപൂർവേഷ്യയിലൊക്കെ നടക്കുന്ന യുദ്ധങ്ങളും അതിന്റെ കെടുതികളും അതിനെക്കുറിച്ച് നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന കമന്റുകളും ഒക്കെ നാം വായിക്കുമ്പോൾ നമ്മുടെ എല്ലാം വായിൽ വരുന്ന ആദ്യത്തെ ഒരു പദം ഇതാണ്, കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് ഏറ്റവും അടുത്തുപോയി. അപ്പൊ ഞാൻ ആ സഹോദരനോട് ചോദിച്ചു, കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് അടുത്തുപോയി എന്ന് താങ്കൾ പറയാനുള്ള കാരണം എന്താണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ കാണുന്നില്ലേ, ഇതൊക്കെ കേൾക്കുന്നില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇതിനേക്കാൾ കൂടുതൽ മാരകമായ പ്രശ്നങ്ങൾ ഉണ്ടായ കാലഘട്ടം ഇതിനു മുമ്പിലുണ്ട്. നമുക്കറിയാം, പ്ലേഗ് എന്ന് പറയുന്ന ഒരു മഹാരോഗം, അത് ലോകത്തെ പടർന്നു പിടിച്ച് ആ പ്ലേഗ് നിമിത്തം അന്നത്തെ കണക്കനുസരിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ച ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു മഹാമാരി വന്നു എന്നതുകൊണ്ട് കർത്താവിന്റെ വരവിത അടുത്തു എന്നല്ല നാം പറയേണ്ടത്. ഇതൊക്കെയും കർത്താവിന്റെ വരവിന്റെ നാന്ദി തന്നെയാണ്. പക്ഷെ നമ്മൾ ഓരോ സംഭവം സംഭവിക്കുമ്പോഴും നമ്മൾ പറയും, കർത്താവിന്റെ വരവെടുത്തു, കർത്താവിന്റെ വരവെടുത്തു. ഇത് പറയുകയല്ലാതെ ഇതിനെതിരായ ഒരു ഒരുക്കത്തിലേക്ക് നാം എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളുടെ ആശയപ്രകാരം ഇന്ന് കർത്താവ് വന്നാൽ താങ്കൾ കർത്താവിനോടുകൂടി ആയിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ. പക്ഷെ താങ്കൾക്ക് നിത്യതയിൽ എന്ത് കിട്ടും? ഇതുവരെ ജീവിച്ച ജീവിത സാഹചര്യങ്ങളും ഇത്രയും വർഷങ്ങൾ കർത്താവ് നമുക്ക് തന്ന ആയുസ്സും വെച്ചിട്ട് ഈ ലോകത്തിൽ ജീവിച്ച ഈ നാളുകൾ വെച്ച് എന്താണ് കർത്താവിന്റെ സന്നിധിയിൽ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്നത്? നമുക്കിതൊക്കെയും അറിയാമെങ്കിലും നാം പലപ്പോഴും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഭാവിയെ കുറിച്ചുള്ള ആശങ്കകൾ നിമിത്തം ജീവിക്കുകയാണ്. പലപ്പോഴും ശത്രു നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയും അതാണ്. ഇതിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. കർത്താവായ യേശുവിനെ സാത്താൻ പിശാച് പരീക്ഷിച്ച പരീക്ഷണങ്ങളിൽ യേശുവിന് വിശന്നു എന്നാണ് നാം തിരുവചനത്തിൽ അവിടെ വായിക്കുന്നത്. അപ്പോൾ അവൻ അടുത്തു വന്നു. നമ്മുടെ മുൻപിൽ ഒരു പ്രതിസന്ധി ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്ന സമയത്താണ് അവൻ അടുത്തു വരുന്നത്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച്, നമ്മുടെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച്, നാളെ എന്ത് നടക്കുമെന്നതിനെ കുറിച്ച്, കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച്
ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തെ ആശങ്കാകുലമാക്കുവാൻ തക്കവണ്ണം അത് നമ്മുടെ ഹൃദയത്തോട് ചോദിക്കുന്ന ഈ ലോകത്തിന്റെ ചിന്തകൾക്ക് വശംവദരാകുന്ന ഒരു മനോഭാവത്തിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ നമുക്ക് വിശുദ്ധി എന്ന പ്രമാണത്തിൽ ചിന്തിക്കുവാനോ നിൽക്കുവാനോ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് നാം കടന്നു പോകും. ഞാൻ പറഞ്ഞത് കർത്താവ് എന്ന് വേണമെങ്കിലും വരട്ടെ, അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് വേണമെങ്കിലും വരട്ടെ. പക്ഷേ ഇന്ന് കർത്താവ് വന്നാൽ കർത്താവിനോട് കൂടിയുള്ള വാസത്തിൽ നമുക്ക് എന്ത് നേടുവാൻ കഴിയും? പ്രിയ രഹബോത്ത് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട ദൈവമക്കളെ, കൂടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കർത്താവായ യേശുവിന്റെ വരവെങ്കിൽ നാം എടുക്കപ്പെടുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിനുവേണ്ടിയാണ് നാം ഒരുങ്ങി കാത്തിരിക്കുന്നത്. പക്ഷേ ആ ഒരുക്കത്തോടെ ഇരിക്കുന്ന നമ്മുടെ ഹൃദയത്തെ കർത്താവുമായിട്ടുള്ള ഒരു വിശുദ്ധിയുടെ പ്രമാണത്തിൽ എത്രത്തോളം യോജിച്ചു നിൽക്കുന്നു എന്നുള്ളത് നാം ചിന്തിച്ചിട്ടുണ്ടോ? നാം ഓരോ ദിവസവും എഴുന്നേൽക്കുകയും രാത്രി കിടക്കുവാനായി പോവുകയും വീണ്ടും ഒരു പുലർകാലം നമുക്ക് ദൈവം നൽകുകയും ചെയ്യുമ്പോൾ ഈ കാലഘട്ടത്തിനിടയ്ക്ക് അല്ലെങ്കിൽ ഈ സമയത്തിനിടയ്ക്ക് എത്ര പ്രാവശ്യം നാം യേശുവിന്റെ അഥവാ ദൈവത്തിന്റെ വിശുദ്ധിയിലേക്ക് നാം എത്തിപ്പെടാൻ ഇടയാകുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ചിട്ടുണ്ടോ? പലപ്പോഴും അതിന് നമുക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ വചനം നാം പഠിക്കുമ്പോൾ, നാം റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നാം ഇങ്ങനെയാണ് കാണുന്നത്. 8-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പൊ തീർച്ചയായിട്ടും നാം ജീവിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? നമ്മുടെ ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് വേണം നാം നടക്കുവാൻ. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ പറ്റുന്നത്? എങ്ങനെ നമുക്കത് സാധിക്കും? എന്താണ് അതിന്റെ മാനദണ്ഡം? നമ്മളെപ്പോഴും പറയും ആത്മാവിനെ അനുസരിക്കുക 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 എന്നുള്ളത്. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത്? ഇവിടെ നാം വായിച്ചത് എങ്ങനെയാണ്? ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അഥവാ ദൈവാത്മാവ് നടത്തുന്നവരാണ് ദൈവമക്കൾ എന്നാണ് തുടർന്നുള്ള ഭാഗങ്ങളിൽ പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മുടെ ആത്മാവിനോട് സംവദിക്കുന്ന കാര്യങ്ങളിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഇടപെട്ട് മുൻപോട്ട് പോകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് വസ്തുത. പലപ്പോഴും നമ്മുടെ ഹൃദയത്തെ കാർന്നു തിന്നുന്ന വേദനകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ. നമ്മൾ ഇന്ന് രാവിലെ മുതൽ ഇതുവരെ ചിന്തിച്ച നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വേദനകളൊക്കെ ഒന്ന് പരിശോധിച്ചാൽ അതിലെവിടെയും ഒരുപക്ഷെ ദൈവത്തിന്റെ വിശുദ്ധിയെക്കുറിച്ച് നാം വ്യാകുലപ്പെട്ടിട്ടില്ല. അഥവാ ദൈവത്തിന്റെ വിശുദ്ധിയും എന്റെ വിശുദ്ധിയും തമ്മിൽ എത്രത്തോളം അന്തരമുണ്ടെന്ന് നാം ഒരിക്കലും വ്യാകുലപ്പെട്ടിട്ടില്ല. പകരം എന്ത് തിന്നും എന്തുടുക്കും എന്ന് ചിന്തിച്ച് നമ്മുടെ മനസ്സിങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ എന്ത് ചെയ്യുക? അതിനുവേണ്ടി ഓടുകയാണ്. അപ്പൊ ഞാൻ ഇന്ന് എന്നോട് സംസാരിച്ച സഹോദരനോട് ഇങ്ങനെ പറയാനിടയായി, നാം ഒരു ജോലി ചെയ്യുമ്പോൾ ആ ജോലി ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന സമയമാണ് നാം കർത്താവിന്റെ നാമത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത്. ഞങ്ങളുടെ ഇടയിലുള്ള ഒരു സഹോദരന്റെ കാര്യങ്ങൾ ഞങ്ങൾ ഇന്ന് ചിന്തിക്കുകയും അദ്ദേഹത്തോട് സംസാരിപ്പാനിടയായി. അദ്ദേഹം കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ഇറങ്ങിത്തിരിക്കാൻ ആഗ്രഹിച്ച് ബൈബിൾ സ്കൂളിൽ പഠിക്കുന്നു, നിലവിലൊരു ജോലിയും ചെയ്യുന്നു. അപ്പൊ അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിച്ചൊരു ചോദ്യത്തിൽ, എപ്പോഴൊക്കെയാണ് നിങ്ങൾ കർത്താവിന്റെ വേല ചെയ്യുന്നത്? ആകെ അദ്ദേഹം ഞായറാഴ്ച 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ മാക്സിമം അവിടെ ഒരുമിച്ചൊരു കൂട്ടായ്മ ആചരിക്കുന്നു ഒഴിച്ചാൽ ബാക്കി മുഴുവൻ സമയവും ജോലി മാത്രം ചെയ്തുകൊണ്ട് പോകുകയാണ്. പക്ഷെ ആരെങ്കിലും ചോദിച്ചാൽ അദ്ദേഹം പറയും, ഞാൻ കർത്താവിന്റെ വേലയും ജോലിയും കൂടിയാണ് ചെയ്യുന്നതെന്ന്. ജോലി ചെയ്യുന്നതിൽ തെറ്റുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ നിങ്ങളെ തന്നെ ചിന്തിച്ചു നോക്കൂ. ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ ഒരുപക്ഷെ ആത്മാക്കളെ കുറിച്ചുള്ള വേദനയും ദുഃഖവും ഈ ലോകത്തിന്റെ ഗതികളെ കുറിച്ചുള്ള ചിന്തയും പോക്കും ഒക്കെ നമ്മളെ ആശങ്കാകുലപ്പെടുത്തുന്നുവെങ്കിലും സുവിശേഷീകരണത്തിന്റെ അഭാവവും രക്ഷിക്കപ്പെടാത്ത ആളുകളെ കുറിച്ചുള്ള നമ്മുടെ ചിന്തയും ഭാരവും ഒക്കെ നമ്മളെ അലട്ടിയിട്ടുണ്ടെങ്കിലും ഇതിലൊക്കെ ഉപരിയായിട്ട് വ്യക്തിപരമായി
ക്രിസ്തുവിനോട് എത്രത്തോളം നാം അടുത്ത് നിൽക്കുന്നു എന്ന് നമുക്ക് ഇന്ന് പകലിൽ ചിന്തിപ്പാൻ ഒരു പകൽ ദൈവം നമുക്ക് തന്നല്ലോ. ആ പകലിൽ ചിന്തിപ്പാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഏതൊക്കെ മേഖലയിലാണ് ദൈവത്തിന്റെ വിശുദ്ധിയുടെ പ്രമാണത്തോട് ചേർന്ന് നിൽക്കാത്ത മനോഭാവം നമുക്കുള്ളത് എന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? റോമർക്ക് എഴുതിയ ലേഖനം തന്നെ 8-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിലെ കഷ്ടങ്ങളെ കുറിച്ചുള്ള ഒരു വലിയ ആവലാതി നമ്മുടെ മുമ്പിൽ എപ്പോഴും നിഴലിച്ചു നിൽക്കും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നാം ഇന്ന് വരെ ജീവിച്ചു വന്നത്, അല്ലെങ്കിൽ ഈ നിമിഷം വരെ ഈ ലോകത്തിൽ ഇത്രത്തോളം ശ്രേഷ്ഠതയോടെ നിന്നത് ഒരിക്കലും നമ്മുടെ കഴിവ് കൊണ്ടല്ല എന്ന യാഥാർത്ഥ്യം നാം വിസ്മരിക്കുകയാണ്. അനേക പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ലേ? അനേക പ്രതിബന്ധങ്ങളിൽ കൂടെ കടന്നു പോയിട്ടില്ലേ? ഒത്തിരി ആശങ്കാകരമായ ജീവിത സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോയിട്ടില്ലേ? ആരും ഇല്ലാതിരുന്ന ഒരു സമയം നമുക്കില്ലേ? തീർത്തും ഒറ്റപ്പെട്ട അനുഭവങ്ങളിൽ കൂടെ പോയിട്ടില്ലേ? എല്ലാവരും നമ്മെ പരിഹസിച്ച ഒരു സമയമില്ലേ? ചെയ്യാത്ത തെറ്റിന് ക്രൂശിക്കപ്പെട്ട സമയങ്ങളില്ലേ? മറുപടി എന്തു പറയണമെന്നറിയാതെ ഭാരപ്പെട്ട സന്ദർഭങ്ങളില്ലേ? ഇതെല്ലാം കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ നിന്നെല്ലാം നാം വിടുതൽ പ്രാപിച്ച് ഇന്ന് ശ്രേഷ്ഠതയോടെ ആയിരിക്കുന്നത് ആ കാലത്തെ ഓർക്കുമ്പോൾ നാം പറയും, അത് കർത്താവാണ് ചെയ്തത്, എനിക്ക് അതിന് കർത്താവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ലെന്ന് പറയുമ്പോൾ, ഇന്നും നാം അനുഭവിക്കേണ്ടി വരുന്ന പ്രതിസന്ധികളെ മാറ്റുവാൻ, ആ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നമുക്ക് വേണ്ടി കരുതുവാൻ, നമ്മെ സഹായിക്കാൻ, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മതിയായൊരു കർത്താവ് എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഇന്ന് രാത്രിയും വിശ്വസിപ്പാൻ നമുക്ക് കഴിയാതെ പോകുന്നിടത്താണ് നാം ശരിയായ രീതിയിൽ ദൈവവചനത്തെ ലംഘിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇസ്രായേൽ മക്കളുടെ ശരിയായ ഒരു പിക്ചറും അത് തന്നെയാണ്. അവർക്ക് നന്മ കിട്ടുമ്പോൾ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും, അനവധിയായ സന്തോഷത്തോടെ മഹത്വപ്പെടുത്തും. ഏറ്റവും അധികമായി ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് തിരുവചനത്തിൽ പഴയ നിയമത്തിൽ കാണുവാൻ കഴിയും. പക്ഷേ കുറച്ചുകൂടെ കഴിഞ്ഞ് മുൻപോട്ട് പോകുമ്പോൾ ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ അവർ ആശങ്കാകുലരാകും. ഇത് ദൈവത്തിന്റെ വിശുദ്ധിയുടെ മാനദണ്ഡത്തോട് ചേർന്ന് നിൽക്കാത്ത ഒരു അനുഭവമാണെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ എന്തുമാകട്ടെ, ആ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ എൻ്റെ കൂടെ കർത്താവ് നിൽക്കുന്നു എന്ന ബോധ്യം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോഴാണ് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന്റെ ഊഷ്മളത നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയാകുന്നത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്ന്. പ്രശ്നം വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ്, പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ്, പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ്. പ്രിയരെ, നാം തീർച്ചയായും മനസ്സിലാക്കേണ്ടത് നാം ഒറ്റയ്ക്കല്ല, നമ്മോട് കൂടെ നമ്മുടെ അരുമനാഥൻ ഉണ്ട് എന്ന യാഥാർത്ഥ്യം നാം വിസ്മരിക്കരുത്. പക്ഷെ ഒരു യാഥാർത്ഥ്യം അപ്പോഴും നാം തള്ളിക്കളയരുത്. നമ്മുടെ അരുമനാഥൻ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് തന്റെ വിശുദ്ധിക്കൊത്തവണ്ണം നാമും വിശുദ്ധരാകണം എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഭൗതിക കാര്യങ്ങളൊക്കെ ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത് ഒരിക്കലും ഈ ഭൂമിയിൽ നാം ആരൊക്കെയോ ആയിത്തീരുവാൻ അല്ല. പ്രത്യുത നാം വായിച്ചതുപോലെ നമ്മിൽ വെളിപ്പെടുവാനുള്ള ഒരു തേജസ് ഉണ്ട്. ആ തേജസ്സിനെ ഓർത്താൽ നാം എന്ത് ചെയ്യുന്നു? ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുന്നു. പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ മുൻപിൽ കാണുന്നതിന്റെ കാരണം ഈ തേജസ് നാം മുൻപിൽ കാണാത്തത് കൊണ്ടാണ്. കഴിഞ്ഞ നാളുകളിലെ ദൈവദാസന്മാർ, ആദിമ നൂറ്റാണ്ടുകളിൽ ജീവിച്ച അപ്പോസ്തലന്മാർ, ഇവരൊക്കെയും അനുഭവിച്ച പീഡനങ്ങളുടെ മധ്യത്തിൽ അവർ കാണുന്നത് ഒരു സ്വർഗീയ ദർശനമാണ്. സ്തോത്രം. നമുക്കറിയാം, ആദ്യകാല പിതാക്കന്മാർ ജീവിതത്തിന്റെ സമസ്ത മേഖലകളും പരാജയമെന്ന് ലോകം അവരെ കുറിച്ച് വിധി എഴുതുമ്പോഴും പരിഹസിക്കുമ്പോഴും നിന്നെ അനുഭവിച്ചപ്പോഴും പ്രതിസന്ധിയിൽ കൂടെ കടന്നുപോയപ്പോഴും അവരുടെ ഉള്ളിൽ ഒരിക്കലും മായാത്തൊരു പിക്ചർ ഉണ്ടായിരുന്നു. ഞാൻ ഒരിക്കൽ എൻ്റെ അപ്പന്റെ ഭവനത്തിലെത്തും, അവിടെ സ്വർഗീയമായ ശ്രേഷ്ഠതയിൽ ഞാൻ വസിക്കും, അവിടെ ഞാൻ തേജസ് പ്രാപിക്കും. അത് പ്രാപിക്കുവാനാണ് എന്നെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഈ ലോകത്തിലെ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. പ്രിയരെ, ഇത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുകയും
ഇത് നമ്മൾ അനേകരോട് സംസാരിക്കുകയും ചെയ്യുവാൻ ഇടയാകുമ്പോഴാണ് ക്രിസ്തുവിന്റെ മഹത്വം നമ്മിൽ കൂടെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുവാൻ ഇടയാകുന്നത്. ആവലാദികളും പരിഭവങ്ങളും പരിവേദനങ്ങളും പറയുന്ന, അത് മാത്രം നമ്മിൽ നിന്ന് കേൾക്കുന്ന ഒരു സമൂഹത്തോട് നമുക്ക് എങ്ങനെയാണ് വിടുവിക്കുന്ന യേശുവിനെ കുറിച്ച് പറയുവാൻ പറ്റുന്നത്? നാം പലപ്പോഴും പറയും, കർത്താവ് നിന്നെ വിടുവിക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ മുഖത്തേക്ക് നോക്കിയാൽ മ്ലാനതയുടെ ഒരു വലിയ കൂടാരം മുഖത്തിരുന്നു കൊണ്ട്, അതേ സ്തോത്രം, അവനോട് നാം പറയുകയാണ് നിന്നെ കർത്താവ് വിടുവിക്കുമെന്ന്. എങ്ങനെ നമുക്കത് പറയാൻ പറ്റും? അഥവാ കേൾക്കുന്നവൻ എങ്ങനെ അത് മനസ്സിലാകും? അതുകൊണ്ട് പ്രിയരെ, ഈ ലോകത്തിൽ എന്തും നമുക്ക് സംഭവിക്കട്ടെ, ഈ ലോകത്തിലെ സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, നമുക്ക് കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കാം. കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നാം വായിച്ചതുപോലെ കർത്താവ് ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. എത്രത്തോളം നമുക്ക് വിജയിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്, എത്രത്തോളം ആ ശുദ്ധീകരണത്തിലേക്ക് എത്തിപ്പെടുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്, നാം എത്രത്തോളം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നമുക്കറിയാം, കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങളുടെ ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായ പ്രസ്താവിക്കുന്നത്. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പരാതികളും മാത്രമാണോ നാം ദിനംതോറും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വീട്ടിൽ നമ്മൾ മക്കളും മാതാപിതാക്കളും ചർച്ച ചെയ്യുന്നത് വീട്ടിലെ ദുരിതങ്ങളെ കുറിച്ചാണോ, ഇല്ലായ്മകളെ കുറിച്ചാണോ, പ്രശ്നങ്ങളെ കുറിച്ചാണോ? പലപ്പോഴും നമ്മുടെ വീടുകളിൽ ചർച്ച ചെയ്യപ്പെടുന്ന വാക്കുകൾ ഇങ്ങനെയായിരിക്കാം, നമ്മൾ ഇത്രത്തോളം നന്നായി ജീവിച്ചിട്ടും ഇതുവരെ ഗതി പിടിച്ചില്ലല്ലോ എന്നൊക്കെ വാക്കുകളായിരിക്കാം മക്കളും അപ്പനും അമ്മയും ഒക്കെ ഒരുമിച്ച് ചർച്ച ചെയ്യുന്നത്. പ്രിയ ദൈവമക്കളെ, വളരെ ഭോഷത്വപരമായ ഒരു കാര്യമല്ലേ നാം ആ ചർച്ച ചെയ്യുന്നത്? നാം ഗതി പിടിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് നാം ദൈവത്തിന്റെ മക്കളെന്ന് പറയുന്നത്? നാം അബ്ബാ പിതാവേ എന്ന് വിളിപ്പാൻ തക്കോണം പുത്രത്വത്തിന്റെ ആത്മാവിനെ നമുക്ക് തന്നുവെങ്കിൽ, നാം പുത്രത്വം പ്രാപിച്ചുവെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠതയുള്ള എന്താണ് നമുക്ക് ലോകത്തിൽ ലഭിക്കാനുള്ളത്? നാം കാണുന്നത് മറ്റുള്ളവരുടെ ഉയർച്ചകളാണ്, നാം കാണുന്നത് മറ്റുള്ളവർ വെട്ടിപ്പിടിച്ച സാമ്രാജ്യങ്ങളാണ്. പക്ഷെ നാം കാണാത്തത് പിതാവായ ദൈവം തന്റെ പുത്രനിൽ കൂടെ നമ്മെ തിരഞ്ഞെടുത്തു എന്നുള്ളത് നാം ഒരിക്കലും കാണുന്നില്ല. അത് കാണാത്തിടത്തോളം കാലം നമ്മുടെ ഭവനങ്ങളിലെ ചർച്ചകൾ എപ്പോഴും ഈ ഭൂമിയെ ചുറ്റിപ്പറ്റി തന്നെയായിരിക്കും. അത് ദൈവത്തിന്റെ വിശുദ്ധിയുടെ മാനദണ്ഡത്തിന് ചേരാത്തതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നല്ല നാം വീട്ടിൽ ചർച്ച ചെയ്യേണ്ടത്. കർത്താവിന്റെ വരവിൽ നാം അവിടെ പ്രാപിക്കേണ്ട തേജസ്സിനെ കുറിച്ച് വീട്ടിൽ സ്ഥിരമായി ചർച്ച ചെയ്യുവാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മുടെ ഭവനം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീരും. നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ലോകത്തിന്റെ ചിന്താഗതിയിൽ നിന്ന് മാറിപ്പോകുവാനിടയായിത്തീരും. ഈ ലോകത്തിൽ ലഭിക്കുന്ന ഉന്നതിക്ക് വേണ്ടിയുള്ള നെട്ടോട്ടം അവർ ജീവിതത്തിൽ കൈവിടപ്പെടുവാനിടയായിത്തീരും. പലപ്പോഴും ഒരു സാമ്പത്തിക ഉന്നമനത്തിനും സാമ്പത്തിക ക്രമീകരണത്തിനും വേണ്ടി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, പ്രിയരെ, ലോകത്തിൽ സമ്പത്തുണ്ടായ അനേകം ആളുകൾ ഈ ലോകത്തിന്റെ സമ്പന്നതയൊന്നും അവർക്ക് സമാധാനം കൊടുക്കുവാൻ കഴിയാതെ അവർ ഈ ലോകത്ത് തങ്ങളുടെ ജീവനെ മാറ്റിവെച്ച് ആത്മഹത്യയിലേക്ക് കടന്നുപോയ ഒത്തിരി 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 ആളുകളെ കുറിച്ച് നാം കേൾക്കുന്നുണ്ടല്ലോ. നമുക്കറിയാം, അനേക സെലിബ്രിറ്റികൾ സമ്പത്തിന്റെ കൊടുമുടി നിൽക്കുമ്പോഴും സുരക്ഷിതമില്ലാതെ, സമാധാനമില്ലാതെ, മയക്കുമരുന്നിലും മദ്യത്തിലും അഭയം തേടുന്ന ഒരാലോചനയും അവരുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ, പ്രിയരെ, പട്ടിണിയാണെങ്കിലും ഒരു നേരം ഭക്ഷണം കഴിച്ചുള്ളുവെങ്കിലും ഇട്ട ഷർട്ടോ ഉടുപ്പോ അല്ലെങ്കിൽ സംവിധാനങ്ങൾ തന്നെ കഴുകി നാം ഡ്രസ്സുകൾ ധരിക്കേണ്ടി വരുന്നുവെങ്കിലും ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്ന ഒരു സമാധാനത്തിന്റെ ഉടമകളായി തീരുവാൻ കർത്താവ് നമ്മെ വിളിച്ച വിളിയെ കുറിച്ച് എന്തുകൊണ്ടാണ് നമ്മുടെ ഹൃദയത്തിൽ ദിനംതോറും വരാത്തത്? പലപ്പോഴും നമുക്ക് അതിന് കഴിയുന്നുണ്ടോ? നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയണം, കർത്താവ് നമുക്ക് സമാധാനം തന്നു. ഇന്ന് നമുക്ക് ലഭിച്ച പണം ഇത്രയേ ഉള്ളോ? അതിലും ദൈവം നമുക്ക് സമാധാനം തരും. ഇന്ന് നമുക്ക് ലഭിച്ച സമ്പത്തിന്റെ ശ്രേഷ്ഠത ഇത്രയേ ഉള്ളോ? അതിലും ദൈവം നമുക്ക് സമാധാനം തരും. നമ്മുടെ വീട്ടിൽ ക്രിസ്തുവിന്റെ സമാധാനത്തെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന ഒരു ഭവനമായി നമ്മുടെ ഭവനത്തെ രൂപപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. നമുക്ക് അമേരിക്കയിൽ പോകാൻ പറ്റുമോ?
UK പോകാൻ പറ്റുമോ? മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകാൻ പറ്റുമോ? സമ്പത്ത് എങ്ങനെ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും? എങ്ങനെയാണ് ലക്ഷറി ലൈഫ് ഉണ്ടാക്കിയെടുക്കുന്നത്? ഏതൊക്കെ വാഹനങ്ങളാണ് നമ്മുടെ വീട്ടിൽ വരേണ്ടത്? എന്തൊക്കെ ആഡംബര സംവിധാനങ്ങളാണ് വീട്ടിൽ വരേണ്ടത്? ഇതൊക്കെയുമാണ് നാം ചിന്തിക്കുന്നതെങ്കിൽ നാമും ദൈവവുമായിട്ട് ഒരു തരത്തിലും ബന്ധമില്ല. കേവലം രാവിലെ എഴുന്നേറ്റ് ഒരു പ്രാർത്ഥനയും വൈകുന്നേരത്തെ ഒരു പ്രാർത്ഥനയും അതിനിടയ്ക്ക് കുറച്ച് ദൈവവചനം വായിക്കുന്നതും അല്ലെങ്കിൽ ഒരു മെസ്സേജ് കേൾക്കുന്നതും ഒക്കെയായി ചുരുക്കപ്പെടുന്ന കപടതയുടെ മുഖം മൂടി അണിഞ്ഞ ഒരു ആത്മീകതയിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ പ്രിയരെ, അതിൽ നിന്ന് പുറത്തു വരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ് നമ്മെക്കുറിച്ച്. നമ്മുടെ വ്യാജഭാവങ്ങൾ നമുക്ക് മാറ്റിവെക്കാം. കപടതയുടെ മുഖം മൂടികൾ നമുക്ക് മാറ്റിവെക്കാം. നാം ആഗ്രഹിക്കുന്ന ഈ ലോകത്തിന്റെ ചിന്തകളിൽ നിന്ന് നമുക്കൊന്ന് പുറത്തു വരാം. നാം ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ മനോഭാവങ്ങളെ നമുക്കൊന്ന് മാറ്റാം. നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കണം. നമ്മുടെ വാക്കുകളോ ഇടപെടലുകളോ ചിന്തകളോ ഒന്നും കർത്താവിന്റെ വിശുദ്ധിയുടെ പ്രമാണത്തിന് വിരുദ്ധമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുത്. നമുക്കതിന് സാധിക്കുന്നില്ലെങ്കിൽ, അതിന് അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും പ്രിയരെ, കർത്താവ് നമ്മെ ഓർത്ത് ദുഃഖിക്കുകയാണ്. അവൻ നമുക്ക് ഈ ലോകത്തിൽ തരുന്ന സകല സംവിധാനങ്ങളും സകല ക്രമീകരണങ്ങളും സകല നന്മകളും നാം ആഗ്രഹിക്കുന്ന സകല രീതികളിലുള്ള ഉയർച്ചയും നമുക്ക് തരുമ്പോൾ അവൻ ഒന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ പ്രിയമകൻ എന്റെ വിശുദ്ധിയുടെ പ്രമാണത്തോട് ചേർന്ന് നിൽക്കുന്നവനായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന ആ ദൈവത്തിന്റെ ഉള്ളിലുള്ള ഒരു വലിയ ഇഷ്ടത്തെ നമുക്ക് കാണാൻ കഴിയാതെ പോകുമ്പോൾ ഏറ്റവും അനർത്ഥകരമായ ഒരു ജീവിതമായിരിക്കും നമ്മുടെ ജീവിതം എന്ന തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ ലോകത്തിന്റെ ചിന്തകൾ, ജഡത്തിന്റെ മോഹങ്ങൾ, കൺമോഹങ്ങൾ, ജീവനത്തിന്റെ പ്രതാപങ്ങൾ, ഇവയൊക്കെ നമുക്ക് മാറ്റിവെക്കാം. ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്നത് ക്രിസ്തുവിന്റെ ആ ദിവ്യ തേജസ്സിനോട് അടുത്ത് നിൽക്കുവാൻ പര്യാപ്തമായ നിലയിൽ കർത്താവേ, എന്റെ ഈ ലോകത്തിലെ ഓരോ കഷ്ടങ്ങളും ഞാൻ എണ്ണുന്നത് ആ തേജസ്സുമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അതുമായിട്ടൊന്ന് സ്തോത്രം ബന്ധപ്പെടുത്തി അതിന്റെ തീവ്രതയും ഈ ലോകത്തിലെ കഷ്ടങ്ങളുടെ നിസ്സാരതത്വവും ഒന്ന് മനസ്സിലാക്കുവാൻ എനിക്ക് കഴിയുന്ന തരത്തിലേക്ക് എന്നെ ഒന്ന് കൊണ്ടുവരണമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഓരോ പ്രതിസന്ധിയിലും നാം അകപ്പെടുമ്പോൾ, ഓരോ കഷ്ടത്തിലും നാം അകപ്പെടുമ്പോൾ, ഓരോ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മറ്റുള്ളവർ പറയും ആശ്വസിപ്പിക്കുമെങ്കിലും നിങ്ങളുടെ ഹൃദയം അതിനു മുമ്പേ ആശ്വാസം പ്രാപിക്കുവാൻ കഴിയണം. കാരണം ഞാൻ മനസ്സിൽ വെച്ചിരിക്കുന്ന എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടമായ, എൻ്റെ ഏറ്റവും വലിയ താല്പര്യമായ, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായ കർത്താവിൽ നിന്നുള്ള തേജസ് പ്രാപിക്കുവാൻ കഴിയുന്നിടത്തോളം വലിയ കാര്യം എനിക്കില്ലെന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ ഉള്ളിൽ എപ്പോഴും മുഴങ്ങുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇനി നമുക്ക് പലപ്പോഴും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടേതായ ജീവിത സാഹചര്യങ്ങൾ, നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെ പ്രഷർ ഒക്കെ നമ്മളെ പലപ്പോഴും ഈ ലോകത്തിന്റെ ചിന്തകളിലേക്ക് കൊണ്ടുപോകുവാനിടയുണ്ട്. ഞാൻ ചോദിക്കുന്നത്, നാം ജോലി ചെയ്തു, വരുമാനമുണ്ടാക്കി, കുറേയധികം പണം ബാങ്കിൽ നിക്ഷേപിച്ചു, എപ്പോ വേണമെങ്കിലും എടുക്കാവുന്ന നിലയിൽ ബാങ്കിൽ പണമുണ്ടായി. നമ്മുടെ വിശുദ്ധി ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് വരുന്നില്ലെങ്കിൽ ഈ പണം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാൻ കഴിയാത്ത, വിശുദ്ധിയുടെ പ്രമാണത്തോട് ചേർന്ന് നിൽക്കുവാൻ കഴിയാത്ത എന്തൊക്കെയോ നമ്മെ ഭരിക്കുന്നുവെങ്കിൽ അത് കണ്ടുണരുവാൻ ഈ ദിവസങ്ങളിൽ നാം തയ്യാറാകണം. നാം നമ്മുടെ പ്രാർത്ഥനയുടെ വിഷയങ്ങളൊക്കെ പരിശോധിച്ചാൽ പലപ്പോഴും ഈ ഭൂമിയാണ് നമ്മുടെ ലക്ഷ്യമെന്ന് നമുക്ക് തോന്നും. എല്ലാം ഈ ഭൂമിയെ കേന്ദ്രീകരിച്ചുള്ളതാണ് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ. അതിനകത്ത് അല്പമായ ആത്മാക്കളുടെ വിടുതലോ മറ്റു കാര്യങ്ങളോ ഒക്കെ നാം പ്രാർത്ഥിക്കുന്നുവെങ്കിലും കൂലങ്കക്ഷമായി നാം ചിന്തിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയുടെ വിഷയങ്ങളൊക്കെ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ നമുക്കൊന്ന് മോചിതരാകാം. ഈ ഭൂമിയുടെ മാലിന്യങ്ങൾ നമുക്ക് വേണ്ട എന്ന് തീരുമാനിക്കാം. ഇതിന്റെ ഉയർച്ച വേണ്ട എന്ന് തീരുമാനിക്കാം.
ഇതിന്റെ മോഹങ്ങൾ നമുക്ക് വേണ്ട എന്ന് തീരുമാനിക്കാം. കർത്താവെ, അങ്ങ് എനിക്ക് ഇന്ന് തന്നതിൽ ഞാൻ സംതൃപ്തനാണെന്ന് പറയുവാൻ നമ്മുടെ ഹൃദയത്തെ ഒന്ന് നമുക്ക് പഠിപ്പിക്കാം. ഇന്ന് നാം ഭക്ഷിച്ച ആഹാരം, ഇന്ന് ഉടുത്ത വസ്ത്രം, ഇന്ന് താമസിച്ച ഇടം, ഇതൊക്കെ എനിക്ക് സംതൃപ്തി നൽകുന്നു എന്ന് കർത്താവിനോട് ഹൃദയപൂർവ്വം ഒന്ന് പറയാം. ഇതിൽ പരം എന്ത് ശ്രേഷ്ഠതയാണ് കർത്താവ് നമുക്ക് ചെയ്തു തരേണ്ടത്? നാം എന്തിനാണ് മറ്റുള്ളവരിലേക്ക് നോക്കുന്നത്? മറ്റുള്ളവർ എങ്ങനെ ജീവിക്കുന്നു, അവരെത്രത്തോളം സേവ് ചെയ്തിട്ടുണ്ട്, അവരെങ്ങനെ ആഡംബരപൂർവമായിട്ട് ജീവിക്കുന്നു എന്നൊക്കെ നമ്മൾ നോക്കുമ്പോൾ അനേക ധനാഢ്യന്മാരുടെയും ഭവനങ്ങളുടെ അകത്തളങ്ങളിലേക്ക് നാം ഒന്ന് ചെന്ന് നോക്കണം. മക്കൾ മൂലം മാനസിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾ, മനോഹരമായ ഭവനങ്ങളായിരിക്കാം, രമ്യകർമ്മങ്ങളായിരിക്കാം, നല്ല വാഹനങ്ങളായിരിക്കാം, അനേക ആളുകൾ കടന്നു വരുന്നുണ്ടാകാം, അനേക സ്ഥലത്ത് അവിടെ ഒരുമിച്ച് പോകുന്നുണ്ടാകാം. പക്ഷേ ആ ഭവനത്തിനകത്ത് നെരിപ്പോടിൽ നിൽക്കുന്നത് പോലെയുള്ള ജീവിതാനുഭവങ്ങളുമായി നിൽക്കുന്ന മനുഷ്യരെ നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ നമുക്ക് നമ്മുടെ ഭവനത്തിന്റെ, കുഞ്ഞു ഭവനത്തിന്റെ അകത്തളങ്ങളിൽ ലഭിക്കുന്ന സമാധാനമോ ശാന്തതയോ ഒന്നുമില്ലാതെ എങ്ങനെയെങ്കിലും ഈ ലോകത്തിൽ നിന്ന് പോയി കിട്ടിയാൽ മതി എന്ന് വിചാരിച്ച് നിലവിളിക്കുന്ന അനേക വലിയ വലിയ കുടുംബങ്ങളുടെ മധ്യത്തിൽ ദൈവം നമുക്ക് തരുന്ന സമാധാനത്തിന്റെ സുരക്ഷിതത്വം എത്രയോ വലുതാണെന്ന് തിരിച്ചറിയുവാൻ നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകളൊന്ന് പ്രകാശിച്ചിരുന്നെങ്കിൽ എന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒത്തിരി സന്ദർഭങ്ങളിലൂടെ നാം കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രിയരെ കർത്താവിന്റെ വിശുദ്ധിയിലേക്ക് അടുത്തു വരാം. ദൈവം ആഗ്രഹിക്കുന്നതിന് പകരം ആഗ്രഹിക്കുന്ന ഒക്കെ ദൈവത്തിന്റെ വിശുദ്ധിക്ക് എതിരാണ്. ആദമിനെ കുറിച്ച്, ഹവ്വയെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, ഏദൻ തോട്ടത്തിൽ വെച്ച് ഹവ്വയെ സാത്താൻ പരീക്ഷിച്ചതിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും, അവൾ അതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങളാണ് സാത്താൻ ഹവ്വയോട് പറഞ്ഞ് പ്രലോഭിപ്പിക്കുന്നത്. ഒരുപക്ഷെ നമുക്കൊരു ഭവനമില്ലാതിരുന്നപ്പോൾ നാം ചിന്തിച്ചിട്ടുണ്ടാകാം, എങ്ങനെയെങ്കിലും കയറിക്കിടക്കുവാൻ ഒരു ഭവനം കിട്ടിയാൽ മതി. പക്ഷെ ഭവനം കിട്ടിക്കഴിയുമ്പോൾ നമുക്കിത് പോരാ, ഇതിനകത്തെ സൗകര്യങ്ങൾ പോരാ, ഇതിൽ നാം നിരാശരാകുകയാണ്. ഇങ്ങനെ ലോകത്തിന്റെ ഓരോ മോഹങ്ങൾ ശത്രുവായവൻ നമ്മെ കാണിച്ചുകൊണ്ടേയിരിക്കും. ആരെങ്കിലുമൊക്കെ വന്നു പറഞ്ഞ് നമ്മളെ ആ മോഹങ്ങൾ എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെ നമ്മുടെ മോഹങ്ങളെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കും. ഇതിലൊക്കെ നാം അറിയാതെ കീഴ്പ്പെട്ടു പോകും. എന്നിട്ട് നമ്മൾ തന്നെ പറയും, കർത്താവ് നമ്മെ ഒരു ദിവസം വിടുവിക്കും, ഒരു ദിവസം അനുഗ്രഹിക്കും എന്നൊക്കെ പറയുമ്പോൾ ഈ മായാ മോഹത്തിന്റെ അകത്തേക്കാണ് നമ്മുടെ ഹൃദയത്തെ നമ്മൾ കൊണ്ടുപോകുന്നത്. കേവലം പിശാചിന്റെ അമിക്കരയിൽ കിടന്ന് ഈ ലോകത്തിന്റെ അവസ്ഥകളിൽ ദൈവത്തോട് മറുതലിച്ചു നിന്ന അനുഭവങ്ങളിലൊക്കെ നിന്ന സമയത്ത് നമ്മുടെ യോഗ്യതകളെ ഓർക്കാതെ നമ്മോട് മനസ്സലിഞ്ഞ് നമ്മുടെ ഹൃദയത്തിൽ യേശുവിന് വസിപ്പാൻ ഇടം കൊടുക്കത്തക്കവണ്ണം അവൻ നമ്മെ തിരഞ്ഞെടുത്ത മഹാനിയോഗത്തെ മറന്നുകൊണ്ട്, ആ ശ്രേഷ്ഠതയെ മറന്നുകൊണ്ട് പലപ്പോഴും നമ്മൾ ഈ ലോകത്തിന്റെ നശിച്ചു പോകുന്ന മൂല്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് അതിന്റെ ഇല്ലായ്മകളെ ഓർത്ത് ഭാരപ്പെടുകയും എന്നെന്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കുമെന്നോർത്ത് വ്യാകുലപ്പെടുകയും ചെയ്യുമ്പോൾ ദൈവം തന്റെ തിരഞ്ഞെടുപ്പിനെ ഓർത്ത് നമ്മെ ഓർത്ത് ദുഃഖിക്കുവാൻ ഇടയാകുന്ന സന്ദർഭത്തിലേക്ക് കടന്നു പോകുവാൻ പാടില്ല എന്നുള്ളത് ഈ സമയത്ത് ഞാൻ ദൈവനാമത്തിൽ തിരുവചനത്തോടുള്ള ബന്ധത്തിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇനി നാം ചിന്തിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം, നാം വായിച്ചതുപോലെ ദൈവത്തിന്റെ ഇഷ്ടം, ശുദ്ധീകരണം എന്ന് പറയുമ്പോൾ ആ ദൈവത്തിന്റെ ഇഷ്ടത്തെ ഒന്ന് തിരിച്ചറിയണമല്ലോ. ഇപ്പോൾ യേശുവിനെ കുറിച്ച് നാം പഠിച്ചാൽ എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിലൊക്കെ നാം വായിക്കുമ്പോൾ ഇങ്ങനെയാണ്, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു, നീ എനിക്കായി ശരീരം ഒരുക്കിയിരിക്കുന്നു എന്നവിടെ നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ എപ്പോഴും നാം ദൈവത്തിന്റെ ഇഷ്ടത്തിന് താല്പര്യം കൊടുക്കുമ്പോഴാണ് ആ ദൈവിക വിശുദ്ധിയോട് ചേർന്ന് നിൽക്കുവാൻ ഇടയാകുന്നത്. നാം ചിന്തിക്കുക, ഒരു ദിവസം
നമുക്ക് കിട്ടുമ്പോൾ എത്ര സമയമാണ് ഞാൻ ദൈവവചനത്തിന്റെ അഥവാ ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയോട് ചേർന്ന് നിൽക്കുന്നത് എന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമുക്കതിന് സാധിക്കുന്നില്ല. നമുക്ക് തിരുവചനം നാം പഠിക്കുന്ന സമയങ്ങളിലൊക്കെ നമ്മെ കർത്താവിന്റെ ആത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുന്ന അനേക കാര്യങ്ങളുണ്ട്. ഈ ലോകത്തിലെ സമ്പന്നത എന്ന് പറയുന്നത് അത് നിശ്ചയമില്ലാത്ത ഒരു ധനമാണെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇതൊക്കെ ദൈവവചനം നമ്മെ ബോധ്യപ്പെടുത്തുമ്പോഴും നാം ഈ നിശ്ചയമില്ലാത്ത ധനത്തിന് പുറകെയാണ് ഓടുന്നത്. നമ്മുടെ മക്കളുടെ ഭാവി ശരിയാകുന്നില്ല, നമ്മൾക്ക് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മുൻപോട്ട് പോകുന്നില്ല എന്ന് ചിന്തിക്കുന്നിടത്ത് എങ്ങനെയാണ് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുന്നത്? പലപ്പോഴും നമുക്കതിന് സാധിക്കാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കർത്താവ് നമ്മെ കുറിച്ച് വിചാരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും തന്നെ കാണാപ്പാടമാണ്. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. 1 പത്രോസ് 5:7 ഒന്ന് വായിക്കാമോ? പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വാക്യം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ. കർത്താവ് ഒരു വാഗ്ദത്തമാണ് അവിടെ പറയുന്നത്. എന്താണ്? അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ. നമ്മോട് പറയുകയാണ്, ഞാൻ പത്രോസ് പറയുകയാണ് കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നു. നിങ്ങൾക്കറിയാമോ, പത്രോസ് ഈ ലേഖനം എഴുതുന്ന സമയത്ത് കഷ്ടതയെ കുറിച്ച് അവിടെ വായിക്കുന്നുണ്ട്. ആ സഭ മഹാകഷ്ടതയിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന കഷ്ടതയൊന്നുമല്ല. നമുക്ക് ഇന്ന് കാണുന്ന കഷ്ടത ഒരു നേരം ഭക്ഷണമില്ലാത്തതോ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഭക്ഷണം കിട്ടാത്തത് കൊണ്ടോ, അല്ലെ ആഗ്രഹിക്കുന്ന വരുമാനമില്ലാത്തത് കൊണ്ടോ ഒക്കെയുള്ള കഷ്ടതയാണ് നമ്മുടെ കഷ്ടതകൾ. പക്ഷെ 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭ പത്രോസ് ആ ലേഖനം എഴുതുമ്പോൾ അതിനേക്കാൾ മാരകമായ പരിശോധനകളിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ പത്രോസ് അവരോട് പറയുകയാണ്, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എനിക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് ധൈര്യമായിട്ട് പറയുവാൻ പറ്റും? പത്രോസ് അതിനൊരു കാരണം കൂടെ പറയുകയാണ്, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത് എനിക്ക് വേണ്ടി കരുതാൻ ഒരാളുണ്ടോ ഇല്ലയോ എന്നുള്ളതാ. പക്ഷെ നമ്മൾക്ക് ഫിസിക്കലായിട്ട് ഒരാളെ കാണുമ്പോൾ മാത്രമേ നമുക്ക് സമാധാനം വരത്തുള്ളൂ. വ്യക്തിപരമായി ശാരീരികമായിട്ട് ഒരാൾ എൻ്റെ കൂടെ നിൽക്കുന്നു, എന്നെ കരുതുന്ന ഒരാളുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഓക്കെയായി. പക്ഷെ കർത്താവിന്റെ വചനം പറയും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതുകയാ. പക്ഷെ നമുക്ക് ഓക്കെ അല്ല. ഇവിടെയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ മേഖലകൾ നമുക്ക് മനസ്സിലാകേണ്ടത്. നമുക്ക് ആ തിരുവചനം അറിയാം, പക്ഷെ നമുക്ക് വിശ്വാസമില്ല. വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിൽ നമ്മൾ സംസാരിക്കുന്നത് ഏതൊരു പ്രതിസന്ധി വരുമ്പോഴും, പ്രശ്നങ്ങളിലേക്ക് നാം പോകുമ്പോഴും, നമ്മുടെ മനസ്സ് ആശങ്കപ്പെടാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോഴും നാം പറയേണ്ട ഒരു വാക്ക്, കർത്താവ് ഈ കാര്യത്തിൽ ഒരു പരിഹാരം തരുമെന്ന. പകരം നമ്മൾ വീട്ടിലൊരു ആവശ്യം വരുമ്പോൾ മക്കൾ അപ്പനോടും അമ്മയോടും പറയും, അപ്പൊ അപ്പനും അമ്മയും പറയും, ഞാൻ എവിടെ ചെന്നുണ്ടാക്കാനാ അതൊക്കെ ഇല്ലേ? നമ്മൾ പലപ്പോഴും പല വീടുകളിലും പറയുന്നുണ്ട്, ഞാനിത് എവിടെ ചെന്ന് ഉണ്ടാക്കാം, എനിക്കിത് എന്ത് ചെയ്യാൻ പറ്റും? പകരം മക്കളും മാതാപിതാക്കളും ഒരുമിച്ചിരുന്ന് നമ്മുടെ കർത്താവ് ഇത് ചെയ്തു തരുമെന്ന് ഉറപ്പോടെ പറയുന്ന ഒരു ഭവനത്തിൽ ഒരിക്കലും സമാധാനക്കേട് ഉണ്ടാവുകയില്ലെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മൾ വിചാരിക്കും അതൊക്കെ ദൈവത്തിന്റെ വിശുദ്ധിയും ഒക്കെ ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായും ഉണ്ട്. കാരണം ദൈവത്തിന്റെ മനസ്സിലുള്ളത് കാണുവാനും
ആ മനസ്സിലുള്ളത് പറയുവാനും ആഗ്രഹിക്കുമ്പോഴാണ് നാം ദൈവവുമായിട്ടുള്ള കൂടുതൽ അടുപ്പത്തിലേക്ക് കടന്നു വരുന്നത്. മറ്റേത് നമ്മുടെ അവിശ്വാസമാണ്. അത് തിരുവചനം പഠിപ്പിക്കുന്ന അവിശ്വാസം എന്ന ദുഷ്ടഹൃദയമാണ്. നമ്മൾ വിചാരിക്കും അതങ്ങ് അവിശ്വസിച്ചു പോയി. പോരാ, തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് അവിശ്വാസം എന്ന ദുഷ്ടഹൃദയമാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം നാം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇസ്രായേൽ മക്കളെ കുറിച്ചുള്ള ആ വീക്ഷണങ്ങൾ പറഞ്ഞു വരുമ്പോൾ അവർക്കൊരു സ്വസ്ഥത പ്രാപിക്കുവാൻ കഴിയാതെ പോയത് അവരുടെ അവിശ്വാസം നിമിത്തമാണെന്നാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും എത്രയോ പ്രാവശ്യം അവിശ്വാസങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. എത്രയോ പ്രാവശ്യങ്ങൾ അവിശ്വാസത്തിലേക്ക് നാം പോയിട്ടുണ്ട്. പലപ്പോഴും നമുക്കത് തിരിച്ചറിയുവാൻ പോലും കഴിയാത്ത വിധത്തിൽ ദൈവത്തെ അവിശ്വസിക്കുന്ന, ദൈവത്തെ വിശ്വസിക്കാത്ത ഒത്തിരി മേഖലകളിലൂടെ നാം കടന്നു പോയിട്ടുണ്ട്. ഈ നാളുകളിൽ നമുക്കൊന്ന് തിരിച്ചു വരുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. അതുകൊണ്ട് ദൈവത്തിന്റെ മനസ്സിലുള്ളത് കാണുവാൻ നമുക്ക് കഴിയുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത് എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നു. അതിന്റെ മുമ്പേ നമ്മൾ വായിക്കുന്ന വേദഭാഗത്തിൽ ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് പൗലോസ് രേഖപ്പെടുത്തുന്നുണ്ട്. നാം എപ്പോഴും വായിക്കാറുള്ളൂ. ഇത് വായിച്ചത് കൊണ്ട് അതിലേക്കൊന്ന് ഒരു വാക്യം വായിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 2:9 നാം ഇങ്ങനെ വായിക്കുന്നത്: ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. എന്നിട്ട് അവിടെ താഴോട്ട് എഴുതുന്ന പദം നമ്മൾ ശ്രദ്ധിച്ചോ: നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നത് ഒരു ഭൗതികതയുമായി ബന്ധപ്പെട്ടാണ്, അല്ലേ? നമുക്ക് വേണ്ടി ഭാവിയിൽ ദൈവം വെച്ചിരിക്കുന്നത് എന്ത് ചെയ്തിട്ടില്ല? ഒരു കണ്ണും കണ്ടിട്ടില്ല. അങ്ങനെയല്ലേ നമ്മൾ പറയാറുള്ളത്? എപ്പോഴും ഈ വാക്യം ഉപയോഗിച്ച് അങ്ങനെയാ പറയുന്നത്. നമ്മുടെ ചിന്തയും അങ്ങനെ തന്നെയാ. എനിക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുള്ളത് ആരും കണ്ടിട്ടില്ല. പക്ഷെ അവിടെ പറയുന്നത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ അറിയാത്തൊരു വസ്തുതയെ ദൈവം നമുക്ക് അറിയിച്ചു തന്നു എന്നാണ് അവിടെ പറയുന്നത്. കർത്താവായ യേശുവിനെ കുറിച്ച് മുകളിൽ പറഞ്ഞിട്ട് അതിന്റെ 8-ാം വാക്യത്തിന്റെ അവസാനം ഇങ്ങനെയാണ് പറയുന്നത്: എങ്കിൽ അവർ അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. അപ്പോൾ ആ ജ്ഞാനികൾക്ക് മറച്ചു വെച്ചത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അതെന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തി എന്നാണ് പൗലോസ് കൊരിന്ത്യരോട് പറയുന്നത്. പക്ഷെ നമ്മൾ എപ്പോഴും ആ പദപ്രയോഗം, ആ വാക്യം എവിടെ കൊണ്ടുപോകുക? നമ്മുടെ ഈ ഭൂമിയിലെ ഭാവി സംബന്ധമായ വിഷയങ്ങളിൽ ദൈവം എനിക്ക് ചെയ്തു തരാൻ പോകുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് നാം പലപ്പോഴും പലരോടും പറയുന്നത്. ഇങ്ങനെ തിരുവചനത്തെ കോട്ടിക്കളയുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. നമ്മൾ പറയും, ഒരുപക്ഷെ പാസ്റ്ററെ അത് ഞങ്ങൾക്ക് അറിയത്തില്ല, അങ്ങനെ അറിയാത്തത് കൊണ്ട് ഞങ്ങൾ പലപ്പോഴും അങ്ങനെ ചെയ്യുകയാണ്. എന്നാൽ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ചകളിലൊക്കെ ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്: ദൈവത്തിന്റെ വചനം നാം പഠിച്ചേ മതിയാകൂ, ഇല്ലെങ്കിൽ നാം തെറ്റിലേക്ക് പോകും. പത്രോസ് തന്റെ 2-ാം ലേഖനത്തിൽ എഴുതുന്നത് ഇങ്ങനെയാണ്. അതിന്റെ 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതുന്നു. 2 പത്രോസ് 3:16 അവിടെ ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളും എഴുതിയിട്ടുണ്ടല്ലോ, അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. പൗലോസ് എഴുതിയ ലേഖനത്തെ കുറിച്ച് പത്രോസ് പറയുകയാണ്. പൗലോസ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചും സംസാരിക്കുന്ന ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് ഗ്രഹിപ്പാൻ പ്രയാസമുള്ളതായതുകൊണ്ട് അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അറിവില്ലാത്തവരും അസ്ഥിരരുമായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയുന്നു. അപ്പോൾ അറിവില്ലാതെ തിരുവെഴുത്തുകളെ കോട്ടിക്കളഞ്ഞാൽ അത് നാശത്തിനാണെന്നാണ് പത്രോസ് തന്റെ ലേഖനത്തിലൂടെ നമ്മോട് പരിശുദ്ധാത്മാവിൽ പറയുന്നത്.
അപ്പോൾ ദൈവവചനം വായിക്കുന്നത് ദൈവവചനം എന്തിങ്ങനെ എഴുതിയോ എന്തിനെഴുതിയോ അതേ അർത്ഥത്തിൽ തന്നെ നാം വായിക്കണം. ഇല്ലെങ്കിൽ അത് ദൈവവചനത്തെ കോട്ടിക്കളയുന്നതാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് എഴുതിയിരിക്കുന്ന ആ ദൈവത്തിന്റെ മർമ്മമായ ക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ ദൈവം നമുക്ക് കൃപ തന്നിരിക്കുന്നുവെന്ന് ഈ ലേഖനത്തിൽ നാം വായിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാം ഇവിടെ വായിച്ച വാക്യം എങ്ങനെയാണ്? നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. 1 കൊരിന്ത്യർ 2:12 ഞാൻ വായിച്ചത്. അപ്പൊ ദൈവം നമുക്ക് നൽകിയത് അറിവാനായിട്ട് നാം ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചിരിക്കുന്നു. ഇത് 2 വീക്ഷണത്തിൽ പറയാം. ഒന്ന്, ദൈവികമായ സത്തയെക്കുറിച്ച് ചിന്തിക്കുവാം. 2, ഭൗതിക തലത്തിൽ നമുക്ക് ദൈവം നൽകിയത് എന്താണെന്ന് തിരിച്ചറിയാം. അതുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ പറഞ്ഞത്, ഞാന് ഏത് വിധേനയും ഇരിപ്പാൻ ശീലിച്ചിരിക്കുന്നു. ചിലപ്പോ നമ്മുടെ ഒരു ഇല്ലായ്മ വരുമ്പോ നമ്മൾ കർത്താവിനോട് പറയും, കർത്താവ് എന്താ ഇത്? കർത്താവ് പറയും, ഞാൻ നിന്നെ ചിലത് പഠിപ്പിക്കുകയാണ്. ചില ഇല്ലായ്മകൾ, ചില ബുദ്ധിമുട്ടുകൾ, ചില പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഒക്കെ നമുക്ക് ദൈവം തരുന്ന ചില പഠന കളരിയിലാണ് നാം. ഉടനെ നമ്മൾ അത് മാറ്റാൻ ഉപവാസമായിരിക്കും. നമ്മളതൊരിക്കലും പഠിക്കാറില്ല. അത് പ്രാപിച്ച് എങ്ങനെയാണ് വിജയിക്കുക എന്ന് മനസ്സിലാക്കാറില്ല. നമുക്കെപ്പോഴും ഇതിങ്ങനെ ഒഴിഞ്ഞു പോകണം. സുഖകരമായ, സന്തോഷകരമായ, അസ്വസ്ഥതയില്ലാത്ത ഒരു ജീവിതാനുഭവത്തിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കുവാനാണ് നാം ആഗ്രഹിക്കുന്നത്. പക്ഷെ കർത്താവ് നമ്മെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുമ്പോഴും അതിനെ തരണം ചെയ്ത് മുൻപോട്ട് പോകുന്ന, അതിന്മേൽ വിജയം പ്രാപിക്കുന്ന ഒരാത്മീക അനുഭവത്തെയാണ് ദൈവമായ കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഈ ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് നാം കടന്നു വരാത്ത എല്ലാ മേഖലകളെയും ദൈവം തന്റെ വിശുദ്ധിക്ക് ചേരാത്ത കാര്യങ്ങളാണെന്ന് തിരുവചനത്തിലൂടെ നമ്മോട് പറയുകയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തിന്റെ വിശുദ്ധിയുമായി ബന്ധപ്പെട്ട, ദൈവത്തിന്റെ ഇഷ്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് കൂടുതൽ കൂടുതൽ കൊണ്ടുവരുവാൻ ഇടയാകട്ടെ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അതിന് സാധിക്കാതെ വരുമ്പോൾ നാം പലപ്പോഴും ആശങ്കാകുലരാകുകയും ദൈവത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ഒരനുഭവത്തിലേക്ക് പോകുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ആ ദൈവത്തിന്റെ ഇഷ്ടം നമുക്ക് തിരിച്ചറിയുവാൻ ഈ നാളുകളിൽ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ദൈനംദിന ജീവിതത്തിലൊക്കെയും അങ്ങനെ ഒരു ക്രമീകരണത്തിലേക്ക് പോകുവാൻ ദൈവം നമ്മെ ക്രമീകരണങ്ങൾ ഒരുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഓരോ ദിവസവും നാം ചിന്തിക്കേണ്ടതായ ഒരു കാര്യം, പ്രത്യേകിച്ച് കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്ന ഈ കാലയളവ് എന്ന് പറയുമ്പോൾ ഓരോ സമയവും കർത്താവിന്റെ വരവ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകമായ സംഭവ വികാസങ്ങൾ കൊണ്ടല്ല കർത്താവിന്റെ വരവ് അടുത്തു എന്ന് നാം പറയേണ്ടത്. ഓരോ ദിവസവും ഈ ലോകത്തിന്റെ ഗതിവിഗതികൾ, ഈ ലോകത്തിന്റെ ചിന്തകൾ ഒക്കെ കർത്താവിന്റെ വരവിന് വേണ്ടി അക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ നമുക്ക് മാത്രമാണ് പലപ്പോഴും അത് ചിന്തിക്കാൻ കഴിയാതെ പോകുന്നത് എന്ന് നാം തിരുവചനത്തിൽ കാണുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ നാം നേരത്തെ വായിച്ച 18-ാമത്തെ വാക്യത്തിനോട് ചേർന്ന് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുന്നു എന്ന് പറഞ്ഞിട്ട് പൗലോസ് വീണ്ടും പറയുകയാണ്, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അപ്പൊ സൃഷ്ടി പോലും അങ്ങനെ ഒരു കാത്തിരിപ്പിന് വേണ്ടി ആയിരിക്കുമ്പോൾ നാം ഈ ലോകത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് ശരിയോ തെറ്റോ എന്ന് നാം ചിന്തിക്കണം. പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുന്നത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ നമ്മുടെ മനസ്സ് വല്ലാതെ അകപ്പെട്ടു പോയിരിക്കുകയാണ്. ഈ ലോകത്തിലെ ചിന്തകൾ നമ്മെ മൂടുകയാണ്. ഈ ലോകത്തിലെ കാര്യങ്ങളെക്കുറിച്ച് നാം വളരെ വ്യാകുലരാണ്. ഏത് കാര്യത്തിനാണ് നാം ഇമ്പോർട്ടന്റ് കൊടുത്തിരിക്കുന്നത്? ദൈവവചനത്തിന്റെ വ്യവസ്ഥയ്ക്കോ ഈ ലോകത്തിന്റെ ചിന്തയ്ക്കോ? പരിമിതമായ രീതികളിൽ നാം ആത്മീക ജീവിതത്തെ ഒതുക്കി നിർത്തുമ്പോൾ ബാലൻസ് ചെയ്യുന്ന ജീവിത സാഹചര്യങ്ങൾ മുഴുവൻ ഈ ലോകത്തിന് വേണ്ടി നാം ഓടുകയാണ്. പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ അവിടെ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. 1 തിമോത്തിയോസ് 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന ഒരു കാര്യമുണ്ട്. പൗലോസ് കൃത്യമായിട്ട് തിമോത്തിയോസിനെ ഉപദേശിക്കുന്ന വ്യക്തമായ കാര്യം, ഈ ലോകത്തിലെ ധനത്തെ കുറിച്ചുള്ള കാര്യങ്ങളിൽ പറയുമ്പോൾ അവിടെ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. 6-ാം അധ്യായം 1 തിമോത്തിയോസ്
6-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം മുതൽ നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കൃത്യമായൊരു മാർഗനിർദ്ദേശം പൗലോസ് പറയുന്ന കാണുവാൻ കഴിയും. അതിങ്ങനെയാണ്: ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. എന്നെ കേൾക്കുന്ന പ്രിയ രഹബോത്ത് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട ദൈവമക്കളെ, ദൈവദാസന്മാരെ, ദാസിമാരെ, ഈ ലോകത്തിലേക്ക് നമ്മൾ എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത്? എന്തെങ്കിലും ഒന്ന് ഈ ലോകത്തിലേക്ക് നാം കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പൗലോസ് പറയുന്നൊരു കാര്യം ഇതാണ്: ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല. ഇത്രയെങ്കിലും മിനിമം ഒരു ഉറപ്പ് നമ്മുടെ ഭൗതിക ലോക സാഹചര്യങ്ങളുമായിട്ട് നമുക്ക് ഉണ്ടായിരിക്കണം. കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു മലയാള ദിനപത്രത്തിൽ ഒരു വാർത്ത വന്നത് ഞാൻ ശ്രദ്ധിക്കുവാനിടയായി. ഏകദേശം 25 വർഷം മുമ്പ് ധനികന്മാരായിരുന്ന അല്ലെങ്കിൽ കോടീശ്വരന്മാർ, അന്ന് കോടീശ്വരന്മാർ എന്നൊക്കെ പറയുന്നത് വളരെ അപൂർവമാണ്, ഇന്ന് ഒത്തിരി കോടീശ്വരന്മാരുണ്ട്. അങ്ങനെ ആയിരുന്ന ആളുകൾ, അവരുടെ പിൻതലമുറ 25 വർഷങ്ങൾ കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ അവർ സർവേ എടുത്തപ്പോൾ അതിൽ പലരും ദരിദ്രനാരായണന്മാരായി തീർന്നു എന്നാണ് ആ പേപ്പറിൽ അവർ സമർത്ഥിക്കുകയും ആ ലേഖനം എഴുതുകയും ചെയ്തിട്ടുള്ളത്. നമ്മളും ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെ ചുറ്റുപാടും ഒരു കാലത്ത് സാമ്പത്തിക ഉന്നതിയിൽ നിന്ന് അനേക കുടുംബങ്ങളുണ്ട്, ശ്രേഷ്ഠതയോടെ ജീവിച്ച അനേക കുടുംബങ്ങളുണ്ട്. പക്ഷെ ഇന്ന് അവരിൽ പലരുടെയും ജീവിത നിലവാരം വളരെ ശോചനീയമായ അനുഭവത്തിലേക്ക് പോയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഈ ധനം നിലനിൽക്കുമെങ്കിൽ, ഈ ലോകത്തിലെ സൗകര്യങ്ങൾ നിലനിൽക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനുവേണ്ടി പ്രയത്നിക്കാം, യാതൊരു കുഴപ്പവുമില്ല. പക്ഷെ പ്രിയ ദൈവമക്കളെ, ഇതൊന്നും നിലനിൽക്കുന്നതല്ല എന്ന് തിരുവചനം നമ്മോട് ഉറപ്പു പറയുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, തീമോത്തിയോസിനോട് പറയുന്നൊരു കാര്യം ഇതാണ്. അതിന്റെ മുൻപിലുള്ള കാര്യങ്ങൾ വായിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതിന്റെ 3-ാമത്തെ വാക്യം തൊട്ട് ഇങ്ങനെ വായിക്കുന്നു: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യതാ ഉപദേശിക്കുന്നവൻ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിന്റെയും വാഗ്വാദത്തിന്റെയും ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അന്നത്തെ ദൈവസഭയിൽ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങളെ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് പൗലോസ് അത് പറയുന്നത്. എന്നാലും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കണം എന്നാണ് അവിടെ പൗലോസ് തീമോത്തിയോസിനോട് പറയുന്നത്. ഇങ്ങനെ അനുസരിക്കാത്ത കുറെ പേർ അന്ന് അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ക്രിസ്ത്യ ജീവിതം നമുക്കൊന്ന് പരിശോധിക്കാം. കർത്താവായ യേശുവിന്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും നാം അനുസരിക്കുന്നുണ്ടോ? നമുക്കതിന് കഴിയുന്നുണ്ടോ? നാം അതിന് കഴിയാതിരിക്കുമ്പോൾ നമ്മൾ കുറ്റപ്പെടുത്തുന്നത് പലപ്പോഴും പിശാചിനെയാണ്. പിശാചിനെ കുറ്റപ്പെടുത്തി നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കൈകഴുകുകയാണ്. ഏദനിലേക്ക് നോക്കുമ്പോഴും അവിടെയും അങ്ങനെ തന്നെ സംഭവിച്ചത്. ഹവ്വയെ തെറ്റേറ്റു പറയുകയല്ല ചെയ്തത്, നേരെ പിശാചിന്റെ തലയിലോട്ട് ചാർത്തി കൊടുക്കുകയാണ് ചെയ്തത്. ഇന്നും നമ്മൾ ചെയ്യുന്ന തെറ്റിന് ആരുടെയൊക്കെയോ ചുമലിലേക്ക് നാം അവരുടെ ആ ഭാരങ്ങൾ കെട്ടിവെക്കുകയാണ്. ഇന്നയാള് കാരണം, ഇന്ന വ്യക്തി കാരണം, അല്ലെ ഇന്നതുപോലെ കാരണം, അല്ലെ മക്കൾ കാരണം, അപ്പൻ കാരണം, അമ്മ കാരണം, ഇങ്ങനെ മറ്റുള്ളവരിലേക്ക് കുറ്റം ചാർത്തപ്പെടുന്ന അനുഭവത്തിൽ നാം ജീവിക്കുമ്പോൾ, തിരുവചനത്തെ അനുസരിക്കാത്തതിന്റെ കാരണം പോലും മറ്റുള്ളവരുടെ തലയിലേക്ക് ചുമന്നു കെട്ടി നാം വെക്കുമ്പോൾ ഓർക്കണം, ദൈവത്തിന്റെ നമ്മോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ പഥ്യവചനം നാം അനുസരിക്കണമെന്നുള്ളതാണ്. അതിൽ നിന്ന് നമ്മെ തടയുവാൻ ഒരാൾക്കും സാധിക്കാത്ത തരത്തിൽ യേശുവിനോട് ചേർന്നിരിക്കുവാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് സ്വർഗത്തിലെ ദൈവം നമ്മെ കൊണ്ടുവരണമെന്ന് നമ്മുടെ ഹൃദയത്തിൽ അതിയായ ഒരു ആഗ്രഹം ഉണ്ടാകണമെന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അത് സാധിക്കുന്നില്ലെങ്കിൽ അതിനുവേണ്ടി നാം ഉപവസിക്കണം, അതിനുവേണ്ടി ദൈവത്തോട് കരയണം. കർത്താവേ, എൻ്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും അത് കർത്താവുമായിട്ടുള്ള ബന്ധത്തിലെ തിരുവചനത്തിന്റെ പഥ്യോപദേശത്തെ എൻ്റെ ഉള്ളിൽ രൂപപ്പെടുത്തേണ്ടതിന്, എനിക്കത് അനുസരിക്കാൻ കഴിയേണ്ടതിന് എന്നെ ഒന്ന് സഹായിക്കണമേ എന്നുള്ള ഹൃദയവേദനയോടുള്ള പ്രാർത്ഥനയ്ക്കായി സ്വർഗത്തിലെ ദൈവം നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
പക്ഷേ ആ പ്രാർത്ഥനയുടെ സ്വരം പലപ്പോഴും നമ്മുടെ നാവിൽ നിന്ന് ഉയരുന്നില്ല. പകരം ഈ ലോകത്തിന്റെ ചിന്തകൾക്ക് വേണ്ടി നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഹൃദയം തകരണ്ടേ ദൈവമക്കളെ? ഈ പത്യവചനത്തെ അനുസരിക്കാതെ പലപ്പോഴും നമ്മുടെ ഈ മായാമോഹങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് വ്യാപരിച്ചു പോകുന്നത് നമുക്കൊന്ന് തിരുത്തണ്ടേ? നമ്മെല്ലാം ഒരുമിച്ച് ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ നിൽക്കേണ്ടതല്ലേ? ശ്രേഷ്ഠതയോടെ കർത്താവിന്റെ കൂടെ ജീവിക്കേണ്ടതല്ലേ? അതിനാധാരമായിരിക്കുന്ന ക്രിസ്തീയ ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കുവാൻ ദൈവം ഇവിടെ നമുക്ക് തരുന്ന ഓരോ സാവകാശങ്ങളും അത് നാം ഉപയോഗിക്കേണ്ടതല്ലേ? ഇവിടെ നാം വായിച്ചത് ഇങ്ങനെയാണ്: അന്യത ഉപദേശിക്കുന്നവൻ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിന്റെയും വാഗ്വാദത്തിന്റെയും ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നു. എവിടെയൊക്കെ തർക്കിക്കാമോ, എവിടെയൊക്കെ ജയിക്കാമോ, എവിടെയൊക്കെ വാഗ്വാദം ഉണ്ടാക്കാമോ, അവിടെയെല്ലാം അതിന് മുതിരുന്നൊരു മാനസികാവസ്ഥ നമ്മിലുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ വിശുദ്ധിയുടെ പ്രമാണത്തിനെതിരാണ്. തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്, കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കും. നമുക്ക് കഴിയുന്നുണ്ടോ? തർക്കിക്കാനാണോ നമ്മുടെ താല്പര്യം? വാഗ്വാദത്തിനാണോ നമുക്ക് കൂടുതൽ സമയം മെനക്കെടുത്തുന്നത്? വാശിയും ദുർവാശിയും ശണ്ടയും നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഇങ്ങനെ സമയങ്ങൾ പോക്കുമ്പോൾ നാം മറന്നു പോകാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. തിരുത്തപ്പെടാത്ത ലോകത്തിന്റെ ചിന്തകളിലേക്ക് നമ്മുടെ മനസ്സിനെ നമ്മൾ കൊണ്ടുപോവുകയാണ്. ചില ആളുകൾ പറയും, എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട, എനിക്കറിയാമല്ല. ഈ വാക്കുകളൊക്കെ നമ്മിൽ നിന്ന് പുറത്തു വരുന്നത് ജഡത്തെ അനുസരിച്ച് നടക്കുന്നുവെന്ന് വ്യക്തമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ്. എങ്കിലും നമുക്കത് ബോധ്യമില്ലാതെ വീണ്ടും വീണ്ടും നാം അത് പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്കറിയാം കാര്യങ്ങൾ, എനിക്ക് മനസ്സിലാകുന്നത്രയും ആർക്കും അറിയത്തില്ല, എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട എന്ന് തുടങ്ങിയ വാദഗതികൾ അനുദിനം നമ്മുടെ ജീവിതത്തിൽ ഉയർത്തുമ്പോൾ, അത് മക്കളായാലും മാതാപിതാക്കളായാലും ശുശ്രൂഷകന്മാരായാലും ആരായാലും, ഈ വാദഗതികൾ നമ്മുടെ ജീവിതത്തെ നിരന്തരം വേട്ടയാടുമ്പോൾ, അതിൽ നാം ലയിക്കുമ്പോൾ കർത്താവിന്റെ വിശുദ്ധി അഥവാ ക്രിസ്തുവിന്റെ പത്യവചനത്തിൽ നിന്ന് നാം വഴിമാറി പോവുകയാണ് എന്ന് നാം മനസ്സിലാക്കണം. ആകയാൽ ദൈവമക്കളെ, ഈ ലോകത്തിന്റെ ധനത്തിലേക്ക് നമ്മുടെ മനസ്സ് പോകുവാനിടയാക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നാം ഒന്ന് തിരിച്ചു വരുവാനിടയാക്കണം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവത്തിലേക്ക്, ഈ മാനുഷിക മൂല്യങ്ങളിലേക്ക് പോകുന്ന പ്രവണതയിൽ നിന്ന് കർത്താവ് നമ്മെ തിരിച്ചു കൊണ്ടുവരുവാനിടയാകട്ടെ. ഇവിടെ നാം വായിച്ചത് ഇങ്ങനെയാണ്: ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് നാം ഒന്നും കൊണ്ടുപോവുകയുമില്ല. കൂട്ടിവെച്ചത് ആർക്കാകും? അത് കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചെലവിടുമോ? നിങ്ങളുടെ കരങ്ങളിൽ ദൈവം തന്ന സാമ്പത്തിക നന്മകൾ കൂട്ടിവെക്കുന്നത് ആർക്കാണ്? അത് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ചെലവിടുക. എന്ന് ഞാൻ പ്രാരംഭമായി സൂചിപ്പിച്ചതുപോലെ, സഹോദരനെ കാണുവാൻ ചെന്നപ്പോൾ ഉച്ച സമയമാണ്. അദ്ദേഹം എന്നോട് ചോറ് കഴിക്കാൻ പറഞ്ഞു ഹോട്ടലിൽ നിന്ന്. ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ഒരു ലഘുവായ ഭക്ഷണം കഴിച്ചു, ഇനിയും ചോറ് കൂടെ കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു അധികപ്പറ്റാണ്. മാത്രമല്ല, അത്രയും ചോറ് ഞാൻ കഴിക്കത്തില്ല, വെറുതെ പൈസ എന്തിന് വെറുതെ കളയണ്ട. ഇതെല്ലാം പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിന്റെ റൂമിലേക്ക് വന്നു. അദ്ദേഹത്തിന്റെ റൂമിൽ വന്ന് ഞാൻ കാര്യങ്ങളെല്ലാം ഓരോന്നോരോന്നായി പറഞ്ഞു വരുമ്പോൾ അദ്ദേഹം എന്നോട് 2 കാര്യങ്ങളാണ് പറഞ്ഞത്. കഴിഞ്ഞ ഞായറാഴ്ച ചർച്ചിൽ പോയൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ കയ്യിൽ സ്തോത്ര കാഴ്ച ഇടാൻ പൈസ ഇല്ലായിരുന്നു, പക്ഷെ ഞാൻ ഗൂഗിൾ പേ വഴി വേറൊരാൾക്ക് പൈസ കൊടുത്തിട്ട് അയാളിൽ നിന്ന് പൈസ വാങ്ങിച്ച് ഞാൻ സ്തോത്ര കാഴ്ച ഇട്ടു. ഞാൻ പറഞ്ഞു, താങ്കൾ പറഞ്ഞത് വ്യാജമാണ്. താങ്കളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ എങ്ങനെ ഗൂഗിൾ പേയിൽ പൈസ ഉണ്ടാകുന്നത്? ഇല്ല എന്ന് പറയാൻ നമുക്ക് എളുപ്പമാണ്. ഞാൻ പറഞ്ഞു, താങ്കളുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ താങ്കളുടെ കയ്യിലില്ലെങ്കിലും അത് താങ്കളുടേതാണ്. പക്ഷെ എന്താണ് താങ്കൾ പറഞ്ഞത്? സ്തോത്ര കാഴ്ച ഇടാൻ പോലും എൻ്റെ കയ്യിൽ പൈസയില്ല. എത്ര മനോഹരമാണ് പിശാച് ആ വ്യാജത്തിലേക്ക് കൊണ്ടുപോകുന്നത് നോക്കിക്കേ.
എന്തുകൊണ്ടത് തിരിച്ചറിയാൻ പറ്റുന്നില്ല? ക്രിസ്തുവിന്റെ പത്യവചനത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന വ്യാജം എങ്ങനെ പറയാൻ പറ്റും? ഞാൻ പറഞ്ഞു, താങ്കളുടെ ബാങ്കിൽ അഥവാ താങ്കളുടെ കയ്യിൽ ഉള്ള പണമാണത്. ഇന്ന് ആരും കയ്യിൽ പൈസ കൊണ്ട് നടക്കില്ല അധികം. എല്ലാവരും ഇതുപോലെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും UPI വഴിയോ ബാങ്ക് ട്രാൻസ്ഫർ വഴിയോ ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ കയ്യിൽ പണമില്ല, സ്വോത്രകാഴ്ച ഇടാൻ പോലും പൈസ ഇല്ല എന്ന് പറയുന്ന ആ വ്യാജം, അതുപോലും തിരിച്ചറിയാൻ കഴിയാത്തത്ര ചിന്താമണ്ഡലങ്ങൾ ഈ ലോകത്തോട് ചേർന്ന് നിൽക്കുന്നു എന്ന് തോന്നുമ്പോൾ എനിക്ക് അങ്ങനെയുള്ളവരോട് സഹതപിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ. ചില ആളുകൾ അങ്ങനെയാണ്, എന്ത് കേട്ടാലും ഇല്ല എന്ന് പറയാനേ അവർക്ക് അറിയത്തുള്ളൂ. എത്ര രൂപ നമ്മുടെ കയ്യിലുണ്ടായാലും ഇല്ല എന്ന് പറയാനേ അറിയത്തുള്ളൂ. ഒരിക്കൽ ഞങ്ങൾ നേരത്തെ ശുശ്രൂഷയിലായിരുന്ന ചർച്ചിൽ ഒരു സൺഡേയിൽ ഞങ്ങൾ പോയി, വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ അന്ന് ആ സഭയുടെ ഭൗതിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആ ദൈവദാസൻ ചില സാമ്പത്തിക ക്രമീകരണങ്ങൾക്ക് വേണ്ടി ആ സഭയിൽ പറയുവാനിടയായി. എല്ലാവരും അവരാൽ കഴിയുന്ന ചെറിയ തുകകളൊക്കെ ആ കാര്യത്തിന് വേണ്ടി മുൻപോട്ട് വെച്ചു. എന്നാൽ ഒരു സഹോദരനോട് പാസ്റ്റർ ചോദിച്ചു, അദ്ദേഹത്തോട് ചോദിച്ചു, സഹോദര ഇതിൽ എന്താണ് തരാൻ? അപ്പൊ പറഞ്ഞു, പാസ്റ്ററെ എന്റെ കയ്യിൽ ഇപ്പൊ 1 രൂപ പോലും ഇല്ല, ഞാൻ ഉണ്ടാകുകയാണെങ്കിൽ ആ സമയമാവുമ്പോ തരാം. പാസ്റ്റർ പറഞ്ഞു, ഓക്കെ. നമ്മുടെ ജീവിതത്തിൽ വന്നു വരുന്ന ചില കഷ്ടതകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ എല്ലാം പിശാചിന്റെ തലയിലോട്ട് കൊണ്ട് കെട്ടിവെക്കരുത്. ഞാൻ ഈ പറയാൻ പോകുന്ന സന്ദർഭം നിങ്ങൾ ഒന്ന് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കണം. അദ്ദേഹം പറഞ്ഞത് എന്താണ്? എന്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ല. എന്തിന്? സഭയുടെ ഒരു ഭൗതിക കാര്യത്തിനുള്ള ക്രമീകരണങ്ങൾക്ക് സഹോദരന്മാർ എല്ലാവരും എടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തില്ല? പൈസ ഇല്ല. അദ്ദേഹം അത് പറഞ്ഞു. അതിനുശേഷം സഭായോഗം കഴിഞ്ഞു. ഞങ്ങളെ അദ്ദേഹം തന്റെ വീട്ടിലേക്ക് വിളിച്ചു. കാരണം നേരത്തെ ഞങ്ങൾ അവിടെ സഭയുടെ ചുമതലയിലായിരുന്നത് കൊണ്ട് ആ സ്നേഹത്തിൽ ഞങ്ങളെ വീട്ടിലേക്ക് വിളിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അദ്ദേഹത്തിന്റെ കൂടെ ആ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് സുജയെ അഥവാ എന്റെ ഭാര്യയെ അദ്ദേഹം വീട്ടിൽ നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ബാ എന്ന് പറഞ്ഞ് അദ്ദേഹം തന്റെ ബൈക്ക് എടുത്ത് എന്നെ അതിന്റെ പുറകിൽ കയറ്റി നേരെ ടൗണിൽ പോയിട്ട് അവിടെ ചെന്ന് ഉച്ചയ്ക്കത്തേക്കുള്ള ഭക്ഷണത്തിന്, അപ്പൊ രാവിലെയാണ് സഭായോഗം, കുറച്ച് നേരത്തെ തീരും, ഒരു 11 മണിക്കുള്ളിൽ തീരും. ഉച്ചയ്ക്കത്തേക്കുള്ള ഭക്ഷണത്തിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും, സമൃദ്ധമായൊരു ഭക്ഷണം, വിഭവസമൃദ്ധമായൊരു ഭക്ഷണത്തിന് പൈസ കൊടുത്ത് അദ്ദേഹം എന്ത് ചെയ്തു? സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തില്ല? പൈസ ഇല്ല. എന്തിനില്ല? ദൈവനാമ മഹത്വത്തിനായിട്ട് ചെലവിടുവാനില്ല. ആ വ്യാജം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇത് കർത്താവ് അറിഞ്ഞു. നിങ്ങൾക്കറിയാമോ, ഇന്ന് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം ഒരു 4 വർഷമായി ഒരു ഉപജീവനത്തിന് പോലും വഴിയില്ലാതെ അദ്ദേഹം മാനസികമായി വളരെ ഭാരപ്പെടുകയാണ്. ഇത് അദ്ദേഹം ഉണ്ടാക്കി വെച്ചതാ. കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചെലവിടുവാൻ നമ്മുടെ കയ്യിൽ ഇല്ല എന്ന് നാം പറയുന്നിടത്ത് ധാരാളമായി നമ്മുടെ ഭവനത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവിടുവാൻ നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളെല്ലാം 10% അല്ലെ? 10%. പാസ്റ്ററെ ഞാൻ ദശാംശം കൃത്യമായി കൊടുക്കുന്നുണ്ട്. പഴയ നിയമത്തിലെ ദശാംശമല്ല പുതിയ നിയമത്തിലെ ദൈവഹിത പ്രകാരമുള്ള സാമ്പത്തിക ക്രമീകരണങ്ങൾക്ക് ആധാരം എന്നത് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഇനി പഴയ നിയമത്തിലേക്ക് വന്നാൽ പോലും നമ്മളെല്ലാം ദശാംശത്തിൽ അങ്ങ് ഒതുങ്ങുക, അതിലങ്ങ് തൃപ്തിപ്പെടുകയാണ്. പക്ഷെ പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രായേലിന് 3 തരത്തിലുള്ള ദശാംശം കൊടുക്കണമായിരുന്നു. ആ 3 തരത്തിലുള്ള ദശാംശവും കൂടെ കൂട്ടുമ്പോൾ ഏകദേശം ഒരു വർഷം 23% കൂടുതൽ തുക അവരുടെ വരുമാനത്തിൽ നിന്ന് കൊടുക്കണമായിരുന്നു.
1 എന്ന് പറയുന്നത് 3 വർഷം കൂടുമ്പോഴാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് 1 വർഷത്തേക്ക് ഡിവൈഡ് ചെയ്താൽ ഏതാണ്ട് 33%. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 2 പ്ലസ് ഇതും കൂടെ കൂട്ടുമ്പോൾ ഏതാണ്ട് 23% തുക ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ മാസത്തെയും കാര്യത്തിൽ അവർക്ക് കൊടുക്കണമായിരുന്നു. നമ്മളിപ്പോൾ എന്താണ് 10% ഒതുക്കി വെക്കുക. 10%. ഞാന് ഈ പറയപ്പെട്ട ഇന്ന് കണ്ട സഹോദരനോട് ഒരു കാര്യം ചോദിച്ചു. ഉച്ചയ്ക്ക് ചോറ് കഴിക്കാതെ ഞാൻ ലഘുഭക്ഷണം കഴിച്ച് അദ്ദേഹത്തിന്റെ കൂടെ റൂമിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു. അദ്ദേഹം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പ്രവർത്തനത്തിനൊക്കെ പൈസ കൊടുക്കണമെന്ന് പാസ്റ്റർ എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. കർത്താവ് തരുന്നതനുസരിച്ച് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തേനെ. അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞു, സഹോദര, ഇന്ന് താങ്കൾ എന്നെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. ഈ ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോ ആ ഹോട്ടലിൽ പണം കൊടുക്കേണ്ടത് താങ്കൾ തന്നെയാണ്. അപ്പോൾ താങ്കളുടെ പൈസ ഇല്ലാതെ എങ്ങനെയാണ് താങ്കൾ പണം കൊടുക്കുന്നത്? എങ്ങനെയാണ് താങ്കൾ എന്നെ ഭക്ഷണത്തിന് വിളിച്ചത്? ഞാൻ താങ്കളുടെ കൂടെ ഭക്ഷണത്തിന് ഇരിക്കുകയായിരുന്നെങ്കിൽ ആ ഹോട്ടലിലെ ബില്ല് താങ്കൾ കൊടുക്കുമായിരുന്നില്ലേ? അപ്പോൾ താങ്കളുടെ പണമില്ല എന്ന് പറയുന്നത് വ്യാജമല്ലേ? ഇങ്ങനെ പല കാര്യങ്ങളിലും വ്യാജം പറയുന്ന ഒരു മനോഭാവം പല ദൈവമക്കളിലുമുണ്ട്. അത് വ്യാജമാണെന്ന് പോലും അവർ തിരിച്ചറിയുന്നില്ല. അത്രമാത്രം മനസ്സ് കുരുടാക്കി ശത്രു നമ്മെ ബന്ധിച്ചിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ നിലവാരങ്ങളിൽ പലപ്പോഴും ഇതുപോലെ ഏറ്റുപറയാത്ത അനേക വ്യാജങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. കുഞ്ഞുങ്ങളോട് പറഞ്ഞു പഠിപ്പിച്ച വ്യാജങ്ങൾ, മാതാപിതാക്കളോട് പറയുന്ന വ്യാജങ്ങൾ, സമൂഹത്തോട് പറയുന്ന വ്യാജങ്ങൾ, ദൈവസഭയിൽ പറയുന്ന വ്യാജങ്ങൾ, ഇങ്ങനെ ആവശ്യമില്ലാത്ത വ്യാജങ്ങളുടെ ഒരു വലിയ കൂമ്പാരം നമുക്ക് തന്നെ ബന്ധനത്തിന് കാരണമാക്കി വെച്ചുകൊണ്ട് ഇത് തിരിച്ചറിയാൻ കഴിയാതെ, ഇതിൽ നിന്ന് മാറി നിൽക്കുവാൻ കഴിയാതെ, ഇതിനെ ഓർത്ത് ദൈവത്തോട് ക്ഷമ ചോദിക്കുവാൻ കഴിയാതെ, ഇത് തിരിച്ചറിയാത്ത മേഖലകളിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ശത്രുവായവൻ നമുക്കെതിരെ കെട്ടിവെച്ചിരിക്കുന്ന കെട്ടുകൾ മാത്രം നോക്കിക്കൊണ്ട് അതിനെതിരെ വിലപിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മിൽ നിന്ന് വ്യാപരിക്കുന്ന വ്യാജത്തിന്റെ ഈ അനുഭവത്തെ മാറ്റിക്കളയുവാൻ എനിക്ക് തിരുവചനത്തോടുള്ള ബന്ധത്തിൽ ദൈവാത്മാവ് തന്ന ബുദ്ധിയിൽ ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. ഇത് പറയുവാനോ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഈ മെസ്സേജിൽ പോകുവാനോ ആഗ്രഹിച്ചല്ല ഞാൻ കടന്നു വന്നത്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി എന്നെ ബോധ്യപ്പെടുത്തിയത് കൊണ്ട് വിളിച്ച് ഞാൻ പറയട്ടെ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചെലവിടുവാൻ എന്റെ കയ്യിൽ പണമില്ലെന്ന് പറയുന്ന വ്യാജത്തിന്റെ അനുഭവങ്ങളെ, വാക്കുകളെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയുവാൻ ഇന്ന് ഈ രാത്രി പരിശുദ്ധാത്മാവിൽ ശക്തിയായി ഞാൻ ഊന്നി പറയുകയാണ്. കേട്ടനുസരിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ ചിന്തകളെ കർത്താവിന്റെ വിശുദ്ധിയുടെ പ്രമാണത്തോട് ചേർത്ത് വെക്കുക. എന്റെ കയ്യിൽ ഇല്ല പാസ്റ്റർ എന്ന് പറയുന്നതിന് മുമ്പ് ഉള്ളത് തരാനുള്ള തയ്യാറെടുപ്പ് നമുക്കുണ്ടാകണം. ഞാനൊരു സഹോദരിയുടെ അനുഭവം കൊണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് കർത്താവിന്റെ ആത്മാവിത് ഞാൻ ഈ ഭാഗം ഒന്ന് കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഈ തിമോത്തിയോസിന്റെ ലേഖനത്തിലേക്ക് വരുന്നത്. അത് കുറച്ച് വാക്യങ്ങളുണ്ട്, കംപ്ലീറ്റ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് അത് തുടങ്ങിയത്. പക്ഷേ അതിനിടയ്ക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ തരുന്ന ഈ ചിന്തയിലേക്ക് കൂടെ കൂടെ പോകുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, എന്നെ കേൾക്കുന്ന രഹബോത്ത് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട ദൈവമക്കളെ, ദൈവദാസന്മാരെ, സഹോദരിമാരെ, നിങ്ങളുടെ ഇടയിൽ വ്യാജത്തിന്റെ അനുഭവം അങ്ങനെ ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി ബോധ്യപ്പെടുത്തുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിരിച്ചറിയുക, തിരുത്തുക. നാം നമ്മുടെ വ്യാജത്തെ കെട്ടിവെക്കരുത്, വ്യാജത്തിൽ മുറുകെ പിടിക്കരുത്, വ്യാജത്തിലേക്ക് നാം കടന്നു പോകരുത്. നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ഒരു കർത്താവിന്റെ മുമ്പിലാണ് നമ്മുടെ ഉള്ള അവസ്ഥകളിൽ നിന്ന് ഇല്ലായ്മയെ പറയുന്നതെന്ന് നാം മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. എന്റെ ഹൃദയത്തിൽ പറയുവാൻ ഒരു കാര്യം കൂടെ, ഒരു സഹോദരിയുടെ ഒരു കാര്യം കൂടെ വരുന്നുണ്ട്. അത് ഞാൻ പറയുകയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. കേട്ടിട്ടുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ക്ഷമിക്കുക. ചെന്നൈയിലുള്ള ഒരു സഹോദരിയാണ്. ആ സഹോദരി 2 കാലും പോളിയോ ബാധിച്ച ഒരു സഹോദരിയാണ്. ഒരു കാലത്ത് റെയ്നാഡ് ബോംഗെ എന്ന് പറയുന്ന ദൈവഭൃത്യൻ ഇന്ത്യയിൽ പല സ്ഥലത്തും വന്ന കൂട്ടത്തിൽ ചെന്നൈയിലും വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മീറ്റിങ്ങിന് വേണ്ടി സാമ്പത്തിക നന്മകൾ കൊടുക്കുവാൻ
എല്ലാവരും പറഞ്ഞ കൂട്ടത്തിൽ സഭയിൽ ഈ സഹോദരിയും ഒരു ചെറിയ തുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവര് കൊടുത്ത തുകയൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ 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 ചെറിയൊരു തുക ഈ സഹോദരിയും കൊടുത്തു. പക്ഷേ നിങ്ങൾക്കറിയാമോ, ആ സഹോദരിയെ കുറിച്ച് മറ്റുള്ളവർ പഠിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം ഇതാണ്. ആ സഹോദരി ജോലി ചെയ്യുന്നത്, അന്ന് STD ബൂത്തുകൾ ഉണ്ടായിരുന്നു. ഒരു STD ബൂത്തിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അല്പദൂരം വീട്ടിൽ നിന്ന് പോകണം, അതിന് വാഹനത്തിൽ കയറി വേണം പോകാൻ. എന്നാൽ പോളിയോ ബാധിച്ച ഈ സഹോദരി തന്റെ വരുമാന മാർഗത്തിൽ നിന്ന് ഡെയിലി ആ സ്ഥാപനത്തിലേക്ക് പോയി വരുവാൻ ഉപയോഗിക്കേണ്ടുന്ന വാഹനത്തിന് കൊടുക്കേണ്ടുന്ന തുക മാറ്റിവെച്ച് എല്ലാ ദിവസവും ആ പോളിയോ ബാധിച്ച കാലുകളുമായി നടന്നുപോയി ജോലി ചെയ്ത് തിരിച്ചു നടന്ന് വീട്ടിലേക്ക് വന്ന ആ ബാലൻസ് പൈസ, അല്ലെങ്കിൽ ആ വാഹനത്തിൽ കയറാൻ കൊടുക്കേണ്ടുന്ന പണമാണ് സ്വരുക്കു കൂട്ടി വെച്ച് ആ ദൈവദാസൻ വന്ന മീറ്റിങ്ങിന് കൊടുത്തു വിടാനിടയായത്. ഇങ്ങനെ നോക്കിയാൽ നമ്മുടെ കയ്യിൽ പണമുണ്ട് ദൈവമക്കളെ. പക്ഷെ നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് തികയുന്നില്ല. അതാ യാഥാർത്ഥ്യം. എന്തുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ കൊണ്ടുപോകുന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരിക്കലും ഈ ഒരു കാര്യം, ഒരു ധനത്തെക്കുറിച്ച്, ആ രീതിയെക്കുറിച്ച് പറയുവാൻ എന്റെ മനസ്സിൽ താല്പര്യപ്പെട്ടതേ അല്ല. ഈ ഭാഗത്ത് പോലും അതില്ല. പക്ഷെ കർത്താവിന്റെ ആത്മാവ് പറയുന്നത് പറഞ്ഞേ മതിയാകൂ. എനിക്ക് പരിശുദ്ധാത്മാവിനോട് വിധേയപ്പെട്ടേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് പ്രിയ സഹോദരിമാരെ, നിങ്ങളുടെ പ്രയത്നം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി കാണിക്കുക. നമ്മുടെ മനസ്സ് ഈ ലോകത്തിന്റെ ധനാഢ്യ മോഹങ്ങളിൽ നിന്നും മാറ്റിവെക്കുക. സാമ്പത്തികമായി നമുക്ക് ലഭിക്കുന്ന നന്മകൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചെലവിടുവാൻ എവിടെയൊക്കെ വാരി വിതറാമോ അവിടെയെല്ലാം വാരി വിതറുക. ഞാൻ ഇന്ന് കണ്ട സഹോദരനോട് പറഞ്ഞു, താങ്കൾ ഒരു നേരം പട്ടിണി കിടന്നിട്ടാണെങ്കിലും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കണമെന്ന് താങ്കൾക്ക് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ താങ്കൾ അത് കൊടുക്കുമായിരുന്നു. പക്ഷേ നമ്മൾ പറയുന്നത്, എന്റെ എല്ലാ ഇഷ്ടങ്ങളും എന്റെ എല്ലാ താല്പര്യങ്ങളും കഴിഞ്ഞിട്ട് എന്റെ കയ്യിൽ ബാക്കി വരുന്ന പണമാണ് കർത്താവിന് വേണ്ടി മാറ്റിവെക്കാൻ പറ്റുന്ന പണമെന്ന ഒരു വ്യാജ ചിന്താഗതി നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുത്തിയ ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ നിന്ന് നമുക്കൊന്ന് താഴേക്ക് വരുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ദൈവം തന്റെ വിശുദ്ധി നിൽക്കുമ്പോൾ നമ്മളെയും കുറിച്ച് ഓർത്ത് സന്തോഷിക്കും. ഈ ദിവസങ്ങളിൽ കർത്താവിനോട് നമുക്ക് പറയാം, കർത്താവേ, അങ്ങയുടെ നാമത്തിന് വേണ്ടി ചെലവിടുവാൻ എന്റെ കയ്യിൽ ധാരാളമായി പണം തരണമേ. എന്റെ കയ്യിൽ ലഭിക്കുന്ന പണം ധാരാളമായി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചെലവിടുവാൻ എന്നെ സഹായിക്കണമേ. ഞാൻ എന്റെ ജീവിതത്തിൽ അനുവർത്തിക്കുന്ന ഒരു കാര്യം നിങ്ങളോട് പറയാം. അത് പൗലോസ് പറയുന്ന പോലെ എന്റെ ഒരു പ്രശംസയ്ക്ക് വേണ്ടിയല്ല, ഒരു അനുഭവത്തോടുള്ള ബന്ധത്തിൽ പറയാം. നമ്മൾ സ്വാഭാവികമായും വാഹനത്തിൽ, ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയം, ഇപ്പൊ ബൈക്കുള്ളതുകൊണ്ട് അതിൽ പോകുന്നു, ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ബസ്സിൽ കയറി ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് കയറിയ സമയത്ത് ഒരാള് നമ്മുടെ പൈസ നമ്മൾ കൊടുക്കുന്നതിന് പകരമായി കണ്ടക്ടർക്ക് കൊടുക്കുക. നമ്മളാണ് കൊടുക്കേണ്ടത്, കാരണം നമ്മൾ പോകാൻ തീരുമാനിച്ചതാണ്. അതിനുള്ള പണം നമ്മുടെ പോക്കറ്റിലുമുണ്ട്. അങ്ങനെ ബസ്സിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ഒരാൾ പറയുന്നത്, പാസ്റ്ററെ, അല്ലെ സഹോദര, അല്ലെ സുഹൃത്തെ, താങ്കളുടെ പണം വണ്ടിക്കൂലി ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് നമ്മുടെ പണം എന്ത് ചെയ്യുന്നു, നമുക്ക് പകരമായി അദ്ദേഹം കൊടുക്കുന്നു. സത്യത്തിൽ ആ പണം നമ്മുടെ ലാഭമാണ്. അദ്ദേഹം കൊടുത്തില്ലേ, നമ്മളത് കൊടുക്കേണ്ടതല്ലേ. നമ്മുടെ കയ്യിൽ നിന്ന് പോകാതെ നമ്മൾ ആ സ്ഥാനത്ത് എത്തിച്ചേരുകയും ചെയ്തു. പക്ഷെ ആ പണത്തിൽ എത്ര വിഹിതം നമ്മൾ കർത്താവിന്റെ നാമത്തിന് വേണ്ടി കൊടുത്തു? ആ ലാഭം നമ്മുടെ പോക്കറ്റിലിട്ടു. നമ്മൾ എന്നിട്ട് സാക്ഷ്യം പറയും, കഴിഞ്ഞ ആഴ്ച ഞാൻ ബസ്സിൽ കയറിയപ്പോൾ എനിക്ക് പകരം വേറൊരാൾ പെട്ടെന്ന് പൈസ കൊടുത്ത് എനിക്ക് കർത്താവ് അങ്ങനെ പ്രവൃത്തി ചെയ്തു എന്നൊക്കെ പറയും. പക്ഷെ കർത്താവ് ചോദിക്കും, മോനെ, നിനക്ക് ഞാൻ ലാഭമുണ്ടാക്കി തന്നു എന്ന് നീ പറയുന്ന ആ പണം കൊണ്ട് നീ എന്താ ചെയ്തത്? എന്റെ വേലയ്ക്ക് വേണ്ടി നീ എന്തെങ്കിലും ചെയ്തോ? ഒരുപക്ഷെ നിങ്ങൾ കേൾക്കുമ്പോൾ ഒരലോസരം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും ഞാൻ പറയട്ടെ,
ഇപ്പോഴല്ല, ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒത്തിരി സന്ദർഭങ്ങളിൽ അങ്ങനെ ഞാൻ കയറിയ ബസ്സിൽ എന്റെ പണം അല്ലെങ്കിൽ എന്റെ ടിക്കറ്റ് മറ്റുള്ളവർ കൊടുത്തിട്ടുള്ള അനുഭവങ്ങളുണ്ട്. എന്നാൽ ആ പണത്തിന്റെ എത്ര ശതമാനമാണോ എന്താണെന്ന് ഞാൻ പറയുന്നില്ല. ആ പണം, ഞാൻ ബസ്സിൽ കൊടുക്കേണ്ടുന്ന പണം എന്റെ പോക്കറ്റിൽ വന്നതുകൊണ്ട്, ബാലൻസ് ഇരുന്നത് കൊണ്ട്, അത് കർത്താവിന്റെ നാമത്തിന് വേണ്ടി കൊടുക്കുവാൻ എന്റെ ഹൃദയത്തിൽ ദൈവം തന്ന ആഗ്രഹത്തെ ഇന്ന് വരെ അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ നിന്ന് മാറി ചിന്തിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ചിലപ്പോൾ ഒരു ചെറിയ തുകയായിരിക്കും, ചിലപ്പോൾ ഒരു 10 രൂപയായിരിക്കാം. പക്ഷെ അതിനോടുള്ള നമ്മുടെ മനോഭാവമാണ് ദൈവം നോക്കുന്നത്. അല്ലാതെ ലക്ഷങ്ങളും കോടികളും ആയിരങ്ങളും ഒന്നും അല്ലായിരിക്കാം. വെറും 10 രൂപയായിരിക്കാം. പക്ഷെ അതിനോടുള്ള നമ്മുടെ മനോഭാവം ദൈവം നോക്കുകയാണ്. കാരണം ഇവിടെ പൗലോസ് പറയുന്നു, ഈ ലോകത്തിലേക്ക് നമ്മൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാനും പറ്റത്തില്ല. എന്തിനാണ് ഈ തത്രപ്പാട്? മാരി വിതറ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി. നമ്മുടെ ഇടയിൽ ഈ കൂട്ടായ്മയിൽ ദാരിദ്ര്യമായ അവസ്ഥയിൽ കഴിയുന്നുണ്ടെങ്കിൽ വാരി വിതർ അവർക്ക് വേണ്ടി. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഒരാളുണ്ടെങ്കിൽ അവരുടെ ജോലിക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും കാര്യത്തിന് പണം ഉപയോഗിക്കപ്പെടുന്നതിൽ വാരി വിതർ. നമ്മുടെ ഇടയിൽ ഒരു സങ്കടകരമായ ദുഃഖകരമായ ഒരു കാര്യം ഞാൻ പറയട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ചില ദൈവദാസന്മാരുമായി സംസാരിച്ചപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് വന്ന സങ്കടകരമായ ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ഇടയിലെല്ലാം കുഞ്ഞുങ്ങൾ നേഴ്സിങ്ങും അതുപോലുള്ള പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, സഹോദരന്മാരും സഹോദരിമാരും ഉണ്ട്. അവർ പഠിക്കുന്ന സമയത്ത് അവരുടെ വീട്ടിൽ അവരെ പഠിപ്പിക്കുവാൻ നിർവാഹമില്ലാതെ ആയിരിക്കാം പലപ്പോഴും പഠിപ്പിക്കുന്നത്. ബാങ്ക് ലോൺ എടുത്തത് കൊണ്ട് തികയാതെ മറ്റുള്ളവരിൽ നിന്ന് പൈസക്ക് അല്ലെങ്കിൽ കടം മേടിച്ചും അല്ലെങ്കിൽ സഭയിലുള്ളവർ സഹായിച്ചും സഭയിലുള്ളവർ പ്രാർത്ഥിച്ചും ദൈവം ചില ക്രമീകരണങ്ങൾ ഒരുക്കിയും ഒക്കെ ആയിരിക്കാം ആ കാര്യങ്ങൾ നടക്കുന്നത്. ഇതിനെല്ലാം ഉത്സാഹത്തോടെ മുൻപന്തി നിൽക്കുന്ന ദൈവദാസന്മാരുമുണ്ട്. അവർക്ക് സാമ്പത്തിക സഹായം ചെയ്ത് കൊടുക്കാൻ, എവിടെ നിന്നെങ്കിലും എത്തിച്ചു കൊടുക്കാൻ, ആരിൽ നിന്നെങ്കിലും മേടിച്ചു കൊടുക്കുക ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ ഒരു വസ്തുത പറയട്ടെ, അവർ ഈ സഭയിൽ നിന്ന് അങ്ങനെ പ്രാർത്ഥിച്ചും ദൈവജനം സഹായിച്ചും ഒക്കെ കോഴ്സ് കഴിഞ്ഞ് ജോലി കിട്ടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഈ സഭയുമായി പിന്നെ യാതൊരു ബന്ധവുമില്ല. അവിടെ പാവപ്പെട്ട ദൈവമക്കളുണ്ട്, പഠിക്കാൻ ആഗ്രഹമുള്ള കുഞ്ഞുങ്ങളുണ്ട്, കഷ്ടതയിൽ നിലവിളിക്കുന്ന ദൈവമക്കളുണ്ട്. ഈ പോയ ആളുടെ കണ്ണ് അവിടെയൊന്നും തുറക്കത്തില്ല. അവർക്ക് പിന്നെ പുതിയ ബന്ധങ്ങളായി, മേച്ചിൽപ്പുറങ്ങളായി, വലിയ വലിയ ദൈവദാസന്മാരുമായിട്ടുള്ള ബന്ധങ്ങളായി, വലിയ കൺവെൻഷനുകൾക്ക് ധാരാളം പൈസ കൊടുക്കുന്ന ആളുകളായി മാറി. ഞാൻ പറഞ്ഞതൊന്നും സഹായിക്കേണ്ടെന്നല്ല, സഹായിച്ചോട്ടെ. പക്ഷെ തങ്ങളെ ഒരു കാലത്ത് സഹായിച്ച, തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു പാവപ്പെട്ട സമൂഹം ഇന്നും അങ്ങനെ കിടക്കുമ്പോൾ, ദൈവമക്കളെ, നാം മറന്നു പോകാൻ പാടില്ലാത്ത, നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. എവിടെയാണോ പിച്ച വെച്ച് നാം മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ നട്ടു വളർത്തിയ സ്ഥലം, ആ ദൈവസഭ, ആ കൂട്ടായ്മ, അവിടെയുള്ള ദൈവദാസന്മാരോട്, ദൈവമക്കളോട് കാണിക്കേണ്ടുന്ന ന്യായമായ ഒരു ക്രമീകരണം സാമ്പത്തിക വിഷയത്തിൽ കാണിക്കുന്നില്ല എങ്കിൽ അത് ദൈവസന്നിധിയിൽ അനീതിയാണ്. നമ്മുടെ കണ്ണുകളൊന്ന് തുറക്കണം. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന സഹോദരി സഹോദരന്മാർ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച, നിങ്ങൾക്ക് വേണ്ടി ഉറക്കളച്ച, നിങ്ങൾക്ക് വേണ്ടി ഉപവസിച്ച, നിങ്ങളുടെ പ്രതിസന്ധികളിൽ കൂടെ നിന്ന ഒരു ദൈവസഭയെ വിട്ടിട്ട് പല മേച്ചിൽപ്പുറങ്ങളിലേക്ക് പോകുവാനുള്ള സാഹചര്യങ്ങൾ ഉളവായാൽ പോലും നിങ്ങൾ തിരിച്ച് നിങ്ങളെ നട്ടിടത്തേക്കൊന്ന് വരുവാൻ തയ്യാറാകണം. നിങ്ങളെ വളർത്തിയിടത്തേക്ക് വരുവാൻ തയ്യാറാകണം. അവിടെയും ചിലർ വിടുവിക്കപ്പെടുവാൻ, രക്ഷപ്പെടാൻ, ഭൗതിക തലത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ, സാമ്പത്തിക സാഹചര്യങ്ങൾക്കൊന്ന് വിടുതൽ പ്രാപിപ്പാൻ ഒക്കെ ആഗ്രഹിക്കുന്ന അനേകർ അവിടെയുണ്ട്. നിങ്ങൾ അങ്ങോട്ട് കൂടി ഒന്ന് കണ്ണു കൊണ്ടുപോകണം. ഞങ്ങൾ സംസാരിച്ച ദൈവദാസന്മാർ വളരെയധികം പേരും വളരെ നിരാശയോടെ അവർ പറഞ്ഞു, പാസ്റ്ററെ, ഇനി ഒരാളെ ഞങ്ങൾ സഹായിക്കില്ല. കാരണം നമ്മൾ സഹായിച്ച് ദൈവത്താൽ സഹായം ലഭിച്ച ഒരു വ്യക്തി പോലും ഈ കൂട്ടായ്മയിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. അവർ വലിയ വലിയ ചർച്ചകളിലേക്ക് പോവുകയാണ്,
വലിയ വലിയ ആളുകളിലേക്ക് പോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവ വികാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഓർപ്പിക്കുന്നു, ഒന്ന് തിരിച്ചു വാ. ദൈവത്തിന്റെ വിശുദ്ധിയുടെ പ്രമാണത്തിലേക്ക് നിങ്ങളൊന്ന് തിരിച്ചു വാ. യേശുവിന്റെ ഇഷ്ടത്തിലേക്ക് നിങ്ങളൊന്ന് തിരിച്ചു വാ. എളിയവരെ ഓർത്തുകൊള്ളുക എന്ന തിരുവചനം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പ്രാവർത്തികമാക്കട്ടെ. ഉന്നതന്മാർക്ക് കൊടുക്കുവാൻ ആളുകളുണ്ട്, അവരെ സഹായിക്കാൻ ഇഷ്ടം പോലെയുണ്ട്. എളിയവരിലേക്ക് നമുക്കൊന്ന് കണ്ണു തുറക്കാം. നമുക്ക് ചിലരെങ്കിലും സഹായിക്കാൻ പറ്റണം. നമ്മുടെ കൂട്ടായ്മകളിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ കണ്ടെത്തണം. അതിനുള്ള പരിശ്രമം വേണം. അവരെ കുറിച്ച് അന്വേഷിക്കണം. ചിലരെങ്കിലും കരം പിടിച്ചൊന്ന് ഉയർത്തുവാൻ നമുക്ക് കഴിയുമെങ്കിൽ അത് ദൈവത്തിന്റെ ഇഷ്ടത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. കാരണം പൗലോസ് പറയുന്ന ഈ ലോകത്തിലേക്ക് നാം നേടിയതൊക്കെയും ഇവിടെ ഇട്ടിട്ട് പോകേണ്ടത്. ഒന്നും നാം കൊണ്ടുപോകില്ല. ഒന്നും വലിച്ചു കൂട്ടുന്ന സമ്പത്തുകളോ ഏർപ്പാടാക്കി വെച്ചിരിക്കുന്ന സൗധങ്ങളോ പണിത് കൂട്ടി വെച്ചിരിക്കുന്ന സംവിധാനങ്ങളോ മറ്റുള്ളവരുടെ മുമ്പിൽ മോടി പിടിപ്പിച്ച എന്തെങ്കിലുമോ ഒന്നും നാം ഇവിടെ നിന്ന് കൊണ്ടുപോകില്ല. ഒന്നും കൊണ്ടുപോകാൻ നമുക്ക് പറ്റില്ല. ഒരു ഭൂകമ്പം വന്നാൽ, ഒരു ഉരുള് പൊട്ടിയാൽ, ഒരു മലവെള്ളപ്പാച്ചിൽ വന്നാൽ, ഒരു ഭൂമി ഇടിഞ്ഞു താണാൽ നാം ഒരുക്കി വെച്ചതൊക്കെ അതിനകത്തേക്ക് വീഴാൻ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ നാം അത് ശീലിക്കുന്നില്ല, നാം അത് മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെയൊക്കെ നാം പലരോട് പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നാം അതിന്റെ എല്ലാം നിലവിൽ ഓപ്പോസിറ്റ് ആയിട്ട് മാത്രമാണ് പ്രവർത്തിക്കുക. എനിക്കറിയില്ല എന്നെ കേൾക്കുന്ന നിങ്ങളുടെ മനോഭാവം ഇപ്പോൾ എന്താണെന്ന്. പക്ഷെ എനിക്ക് ഒന്നറിയാം, എന്റെ സ്വർഗത്തിലെ ദൈവം തന്റെ ആത്മാവിനാൽ എന്നോട് പറയാൻ പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞു എന്ന് എനിക്കറിയാം. അതിന് വിധേയപ്പെടാതിരുന്നാൽ, ആ ദൈവശബ്ദത്തിന് ഞാൻ കേൾക്കാതിരുന്നാൽ, അത് ഞാൻ സംസാരിക്കാതിരുന്നാൽ, അതെന്റെ ദൈവത്തിന്റെ ഇഷ്ടത്തോട് ചെയ്യുന്ന ഒരു അനീതിയായി മാറുമെന്ന് എനിക്ക് പൂർണ്ണ നിശ്ചയമുണ്ട്. ആകയാൽ പ്രിയ ദൈവമക്കളെ, അവിടെ നിന്ന് നാം വായിച്ച് ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സമയം ഏകദേശം തീരുവാനും ആകുന്നല്ലോ. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതല്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കുക. ഇത് ദൈവത്തിന്റെ ഒരു ഇഷ്ടം. ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കുക. അടുത്ത ഭാഗങ്ങൾ വളരെ സങ്കീർണവും ഈ ലോകത്തിന്റെ ചിന്തകൾക്ക് വളരെ എതിരായിരിക്കുന്ന കാര്യവുമാണ് അടുത്ത ഭാഗങ്ങളിലേക്ക് പൗലോസ് പറയുന്നത്. എന്നാൽ നമ്മുടെ മുമ്പിൽ അത് വിവരിപ്പാൻ, ചിന്തിപ്പാൻ ഈ സമയം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗം അവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പൗലോസ് പറയുന്നു, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഏതു മേഖലയിലാണോ നാം ശുദ്ധീകരിക്കപ്പെടേണ്ടത്, ആ മേഖലയിൽ നാം ശുദ്ധീകരിക്കപ്പെടുവാൻ ദൈവകരങ്ങളിൽ നാം ഏൽപ്പിച്ചു കൊടുക്കുവാൻ നാം തയ്യാറാകണം. അത് നാം കണ്ടെത്തുവാൻ തയ്യാറാകണം. ഏത് സ്ഥലത്താണോ, ഏത് സംവിധാനത്തിലാണോ, ഏത് രീതിയിലാണോ നാം ദൈവത്തിന്റെ വിശുദ്ധിയുടെ പ്രമാണത്തോട് ചേർന്ന് നിൽക്കുവാൻ കഴിയാതെ നിൽക്കുന്നത്, അത് നാം കണ്ടെത്തണം. ഒരു വാക്യം കൂടെ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ തരട്ടെ. ഞാൻ ആ വാക്യം പറയട്ടെ, നിങ്ങളുടെ ഹൃദയത്തിൽ ചിന്തിച്ചു കൊള്ളുക. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് നൽകിയ വിശ്വാസത്തിന്റെ അളവിനൊത്തവണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളോട് പറയുന്നു എന്ന് പൗലോസ് പറയുന്നു. അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയേണ്ട ഒരു കാര്യമുണ്ട്. ഒരിക്കലും ഭാവിക്കേണ്ടതിന് മീതെ നാം ഭാവിച്ചുയരാതെ. അങ്ങനെ ഭാവിച്ചുയരുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ വിശുദ്ധിയുടെ പ്രമാണത്തിനെതിരാണ്. മറ്റുള്ളവരെല്ലാം മോശമാണ്, ഞാൻ നല്ലതാണ് എന്ന് ചിന്തിക്കുന്ന മേഖലകൾ മാത്രമേ നമുക്കുള്ളൂവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ ഭാവിക്കേണ്ടതിന് മീതെ
ഭാവിച്ചുയരുന്ന ഒരു മനോഭാവം. പകരം ഓരോ വ്യക്തിയുടെയും കുറവുകൾ ദർശിക്കുവാൻ നമുക്ക് മുമ്പിൽ കഴിയുമ്പോൾ അതിനുപരി സ്വന്തം കുറവുകളെ കുറിച്ച് കാണുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിത വിശുദ്ധിക്ക് ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ, ദൈവത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ, ആ വിശുദ്ധിക്കെതിരായി നമ്മിൽ വ്യാപരിക്കുന്ന വിശുദ്ധിയുടെ എല്ലാ പ്രതീകങ്ങളെയും, എല്ലാ രീതികളെയും, എല്ലാ ഭാവങ്ങളെയും തച്ചുടച്ചുകൊണ്ട് ക്രിസ്തുവിന് അനുരൂപമായി വളരുന്ന ഒരാത്മീക അനുഭവത്തെ സ്വർഗത്തിലെ ദൈവം നമുക്ക് ധാരാളമായി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹബോത്ത് മിനിസ്ട്രിയിലെ ഓരോ ദൈവമക്കളും അതിൽ സമ്പൂർണരായി തീരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരാമം കുറിക്കുന്നു. ഈ സമയം എനിക്ക് അനുഭവിച്ചെന്ന് രഹബോത്ത്